ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്. ഇന്നത്തെ സൂമിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ആദരപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു. ഓരോ പ്രഭാതവും ഒരു പുതിയ പ്രതീക്ഷയാണ്. ഇന്നത്തെ ദിവസം നൽകിയതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഒരു ദീർഘശ്വാസം, ഒരു 3 പ്രാവശ്യം ദീർഘമായിട്ട് ശ്വാസം എടുക്കുകയും സാവധാനം പുറത്തേക്ക് വിടുകയും ചെയ്യുക. വീണ്ടും ദീർഘമായി ഒന്ന് ശ്വാസം എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ദീർഘമായി ശ്വാസം എടുക്കുകയും സാവധാനം പുറത്തേക്ക് വിടുകയും ചെയ്യുക. നമ്മുടെ ഉള്ളില് പ്രാണനുണ്ട്, അതിന് തെളിവാണ് നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ട്. ആ ഈശ്വര ചൈതന്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. എൻ്റെ പേര് ഷീല, എറണാകുളം ജില്ലയിലെ ശ്രീമൂലനഗരം സ്വദേശിയാണ്. കേരളത്തിലെ ഈ ബയോട്ടോറിയം കൊണ്ടുവന്ന മനോജ് സാറിനും ഡാനി സാറിനും ബെന്നി സാറിനും MBR സാറിനും എന്നെ ഈ ബയോട്ടോറിയം പരിചയപ്പെടുത്തിയ ഷിബു സാറിനും മറ്റു പ്രിയപ്പെട്ട എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളുമായി സംവദിക്കാൻ എത്തിയിരിക്കുന്ന വ്യക്തിത്വം വാക്കുകളുടെ നനുത്ത തൂവലുകൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്ന MP രാമചന്ദ്രൻ സാറാണ്. ആ അറിവിന്റെ, തിരിച്ചറിവിന്റെ നേരറിവുകളിലേക്ക് വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കാൻ ഇന്ന് മറ്റാർക്കും കഴിയില്ല. ബയോട്ടോറിയത്തിൽ സൂര്യനെ പോലെ ശോഭിച്ചു നിൽക്കുന്ന ആ മഹാവ്യക്തിത്വത്തെ ഏറ്റവും ആദരവോടെ ക്ഷണിക്കുന്നു. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പെരുമ്പാവൂർ NDOP പ്രോഗ്രാമാണ്, ഫുൾ ഡേ പ്രോഗ്രാമാണ്. വ്യത്യസ്തമായ ഒരു മീറ്റിംഗ് ആയിരിക്കും. വ്യത്യസ്തമായ ആശയങ്ങളാണ് അവിടെ സംവാദിക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടായിരിക്കും. എന്റെ സംസാരം ഈ ബയോട്ടോറിയം ആയിരിക്കില്ല, ജീവിതമായിരിക്കും. അപ്പൊ എല്ലാവരും തന്നെ ആ മീറ്റിംഗിലേക്ക് വരണം എന്ന് ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടുള്ള അറിവുകളായിരിക്കും അവിടെ പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ആ മീറ്റിംഗിലേക്ക് വരണം. ഇവിടെ നമുക്ക് ഈ ബയോട്ടോറിയത്തെ സംബന്ധിച്ച് ഇന്നലെ മിനി മാഡം ചോദിച്ചു എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മിനി മാഡത്തിനോട് പറഞ്ഞു, മിനി മാഡം നമ്മളെ ടീമിലുള്ള മെമ്പേഴ്സിന് അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നമുക്കൊന്ന് പഠിപ്പിക്കേണ്ടത്. ഒരു ബിസിനസ്സുകാരന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ആ പ്രൊഡക്റ്റുകളുടെ സെയിലാണ്. പ്രൊഡക്റ്റുകളുടെ സെയില് നടക്കുമ്പോഴാണ് അത് ബിസിനസ്സായിട്ട് മാറുന്നത്. അങ്ങനെ ബിസിനസ് നടക്കുമ്പോഴാണ് എല്ലാവർക്കും നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുന്നത്. അങ്ങനെ വരുമാനം കിട്ടുന്ന മെമ്പേഴ്സാണ് കൂടുതൽ ഊർജ്ജസ്വലതയോട് പ്രവർത്തിക്കാനും വലിയ വലിയ മാനങ്ങളിലേക്ക് പോകാനും തയ്യാറാകുന്നത്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പബ്ലിക്കിന് കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കിയാൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇന്നത്തെ മീറ്റിംഗിൽ ഞാൻ പറയാന്നാണ് പറഞ്ഞത്. ഞാൻ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. ആ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ കാര്യങ്ങളായിട്ട് മാറുന്നത്. ഇപ്പൊ നമ്മളുടെയൊക്കെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ സെക്കൻഡുകളും വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സെക്കൻഡുകൾ മിനിറ്റുകളായിട്ട് പോകുന്നു, മിനിറ്റുകൾ മണിക്കൂറുകളായിട്ട് പോകുന്നു, മണിക്കൂറുകൾ ദിവസങ്ങളായിട്ട് പോകുന്നു. എത്ര വേഗമാണല്ലേ ദിവസങ്ങൾ പോകുന്നത്. ഇപ്പൊ ജനുവരി 1-ാം തീയതി നടന്ന മീറ്റിംഗ്, 2026 ജനുവരി 1-ാം തീയതി നടന്ന മീറ്റിംഗ് നമ്മൾ തമ്മിലുള്ള മീറ്റിംഗ് ആണ്. ഞാനാണ് മീറ്റിംഗ് നടത്തിയത്. ഇന്നിപ്പോ മാർച്ച് 12-ാം തീയതി, 2.5 മാസം പിന്നിട്ട്. എത്ര വേഗം പിന്നിട്ട് പോയല്ലേ. അപ്പൊ ഓരോ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ താല്പര്യം കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ആരംഭിക്കാല്ലേ. ഇപ്പൊ നമ്മളൊരു പുതിയ വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ എന്താ പറയേണ്ടത്? ആ വ്യക്തിയുടെ അടുത്ത് പോകുമ്പോൾ ആ വ്യക്തിനെ അംഗീകരിക്കാനും സ്നേഹിക്കാനും നമ്മൾ തയ്യാറാകുന്നു. അങ്ങനെയാണ് ക്യാൻവാസിങ്ങിന്റെ ആദ്യം അല്ലെ. നമ്മൾ ലിസ്റ്റ് ഇടുന്ന മെമ്പേഴ്സിനോട് നമ്മൾ അപ്പോയിന്റ്മെന്റ് മേടിക്കുന്ന മെമ്പേഴ്സിനെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന മെമ്പേഴ്സിനെ നമ്മൾ ക്യാൻവാസ് ചെയ്യുന്നു. അങ്ങനെ ആ നടപടിക്രമം എന്ന് പറഞ്ഞാൽ വളരെ ഒരു മുത്തുമാല പോലെ അല്ലെങ്കിൽ പോകണേ വളരെ രസകരമാണത്. അപ്പൊ കോൺടാക്ട് ചെയ്ത വ്യക്തിനെ ക്യാൻവാസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ കാര്യങ്ങളല്ല പറയുന്നത്. ആദ്യം നമ്മളെ പറ്റി പറയുന്നുണ്ട്, കുടുംബപരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്, കാലാവസ്ഥ പറയുന്നുണ്ട്, ചിലപ്പോൾ വരാൻ പോകുന്ന ഇലക്ഷനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ആ വ്യക്തിനെ സ്നേഹിക്കാനും അംഗീകരിക്കാനുമാണ് നമ്മൾ തയ്യാറാകുന്നത്. അപ്പൊ മനുഷ്യ മനസ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനുള്ള ആർത്തിയാണ് മനുഷ്യ മനസ്സ്. എന്റെയും നിങ്ങളുടെയും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും മനസ്സ് അങ്ങനെയാണ്. ആ മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. ആ മനസ്സിലേക്കാണ് നമ്മൾ ആശയങ്ങൾ കൊടുക്കുന്നത്. ആ മനസ്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും നമ്മൾ തയ്യാറാകണം. നോ ഒരിക്കലും ആ ആളെ കൊണ്ട് പറയിപ്പിക്കരുത്. നിങ്ങൾ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ല, നിങ്ങളിന്ന് ജോലിക്ക് പോയില്ലല്ലേ,
ക്ഷീണിച്ചു പോയെന്ന് പറയുമ്പോൾ തന്നെ അയാൾക്ക് വിഷമമായി. ഞാൻ വല്ലാണ്ട് ക്ഷീണിച്ചു പോയി, ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടാ. ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇന്ന് ഞാൻ ജോലിക്കൊന്നും പോയില്ല. ഇതേ കുട്ടികൾക്ക് സുഖമില്ലല്ലേ? കുട്ടികൾക്ക് സുഖമില്ല. പിന്നെ ഒരിക്കലും എന്ത് വലിയ കാര്യം പറഞ്ഞാലും ആ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. ഒരു ഇല്ല ആ വ്യക്തി പറഞ്ഞാൽ പിന്നെ ഇല്ല തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ഈ കാര്യം തന്നെ നമുക്ക് വേറെ രീതിയിൽ പറയാം. എന്താണ് ചേട്ടാ വല്ലാണ്ട് മെലിഞ്ഞല്ല, യോഗ ചെയ്യണ്ട, നല്ല ഊർജ്ജസ്വലമായിട്ട, കണ്ണുകളുടെ തിളക്കം കണ്ട, ആ വയറൊക്കെ അങ്ങോട്ട് കുറഞ്ഞല്ല, ഇതെങ്ങനെ ഈ പ്രായത്തിൽ തൂക്കം കുറച്ചെടുത്ത്? യോഗ ചെയ്യണ്ട, വ്യായാമം ചെയ്യണ്ട, ജിമ്മിൽ പോകണ്ട. ആ വ്യക്തി ഒന്ന് ചുറ്റും നോക്കിട്ട് പറയാം, അതെ എന്റെ തൂക്കമൊക്കെ കുറഞ്ഞല്ലേ, അത് ഇന്ന രീതിയിലാണ് കൂട്ടാ, ഞാനത് കുറച്ചെടുത്ത്. അവർക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പൊ ആ വ്യക്തിക്ക് വളരെ സന്തോഷമായി. ചേട്ടന് ഒരിക്കലും ലീവ് കിട്ടാത്ത ഒരാളാണല്ലേ ചേട്ടാ, ഇതെങ്ങനെ ഇന്നൊരു ലീവ് സംഘടിപ്പിച്ച്? എപ്പോ നോക്കിയാലും ചേട്ടന് തിരക്കാണ്, ഞാൻ ഒരിക്കലും വീട്ടിൽ കാണാറില്ല, ഒരിടത്തും കാണാറില്ല. എപ്പോ ചോദിച്ചാലും ജോലി 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 ജോലി. ഇതെങ്ങനെ ഒരു ദിവസം സംഘടിപ്പിച്ചെടുത്ത്? അത് ഞാൻ സംഘടിപ്പിച്ച് മോനെ, എനിക്ക് നീണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ കുട്ടികളൊക്കെ അങ്ങോട്ട് പോയി, ഞാൻ എപ്പോഴും കാണാറുണ്ട് കേട്ടോ. നല്ല സ്മാർട്ടാണ് കേട്ടോ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണല്ലേ, നല്ല മിടുക്കന്മാരാണ് കേട്ടോ അവര്. ആള് പോസിറ്റീവായി. അപ്പൊ നമ്മൾ ഒരു കാര്യം തന്നെ വേണമെങ്കിൽ ഒരു വ്യക്തിക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ചോദിക്കുക, ആ വ്യക്തിക്ക് നോ എന്ന് പറയുക, അതേ കാര്യങ്ങൾ തന്നെ ആ വ്യക്തിയോട് പോസിറ്റീവായിട്ട് ചോദിക്കുക. അപ്പൊ ഒരു ക്യാൻവാസിംഗ് എന്ന് പറയുമ്പോൾ ക്യാൻവാസിംഗിന്റെ ആദ്യം എന്ന് പറയുന്ന ഒരു വലിയ ഗോപുരം തുറക്കാനായിട്ട് ഒരു ചെറിയ താക്കോല് മതി. ഇവിടെ നമ്മൾ വ്യക്തികളാണ് കൈകാര്യം ചെയ്യുന്നത്. ഏത് വ്യക്തിയുടെയും മനസ്സിലേക്ക് ചെല്ലാനുള്ള ഒരു താക്കോല് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഏത് ഗോപുരവും നിങ്ങൾക്ക് തുറക്കാൻ പറ്റും. അതൊരു ജീവിതത്തിന്റെ കലയാണ് ഇനി പറയുന്നത്, അല്ലാണ്ട് ഈ വൈട്ടോറും അല്ല പറയുന്നത്. അപ്പൊ അതിനു വേണ്ട എന്താണ്? മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനുള്ള ഒരു മനസ്സാണ് നിങ്ങൾക്ക് വേണ്ടത്. അതൊരു കലയാണ്. ആ കല പഠിച്ചവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അവർക്ക് നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവും, ആ കുടുംബത്തിൽ ഐക്യം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, നല്ല സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാവും. ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള അപാരമായ ഒരു കഴിവ് അവർക്കുണ്ടാവും. അതിന് വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട, വലിയ പഠിപ്പൊന്നും വേണ്ട. സാധാരണക്കാർക്ക് സാധിക്കാവുന്ന ഒരു കാര്യമാണത്. അപ്പൊ അതാണ് ക്യാൻവാസിങ്. അങ്ങനെ ക്യാൻവാസ് ചെയ്യുമ്പോൾ ഈ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് ആ വ്യക്തിനെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന, ആ വ്യക്തിനെ അംഗീകരിക്കുന്ന, ആ വ്യക്തിനെ സ്നേഹിക്കുന്ന ഒരു സാഹചര്യത്തില് ആ കുടുംബാംഗങ്ങളെ ഇരുത്തിക്കൊണ്ട് നമുക്ക് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ച് നമുക്ക് പറയാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ പറയണ്ട എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. ചേട്ടാ, ഞാൻ ഈ ബാറ്ററി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തെ പറ്റി പരിചയപ്പെട്ട് അനവധി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ എന്റെ അടുത്ത് വരാറുള്ളതാണ്. ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല, ഞാനിതുവരെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തതാണ്. ഈ വൈട്ടോറിയം ഞാൻ ശ്രദ്ധിക്കാനും ഏറ്റെടുക്കാനും ഒരു കാരണമുണ്ട്. അപ്പൊ ഞാൻ ആ കാര്യം ചേട്ടനായിട്ടൊന്ന് ചർച്ച ചെയ്യാൻ കരുതി വന്നതാണ്. അല്ലാണ്ട് പുള്ളിനോട് ജോയിൻ ചെയ്യാനല്ല, ഞാൻ ചേട്ടനോടൊന്ന് ചർച്ച ചെയ്യാനും ചേട്ടൻ്റെ ഒരു ഉപദേശം മേടിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഈ വൈട്ടോറിയം കമ്പനിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി വന്ന കമ്പനിയല്ല. 2008 ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയായിട്ട് പ്രവർത്തനം ആരംഭിച്ചതാണ്. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുടെ പേര് സാഗർ ജോഷി എന്നാണ്. അദ്ദേഹം ഗുജറാത്തിയാണ്, മാർവാടിയാണ്. മാർവാടികളെ കുറിച്ച് നമുക്ക് അറിയാല്ല, കാശ് ഉണ്ടാക്കാൻ ഇത്രയും മിടുക്കന്മാര് വേറെ ഇല്ല. അപ്പൊ വരാൻ പോകുന്ന സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം 2008 മുമ്പ് തന്നെ മാഗ്നൻ തെറാപ്പിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്, നാനോ ടെക്നോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ലോകത്തിലുള്ള 2500 മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം 2008 ആരംഭിച്ച കമ്പനിയാണ്, ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയാണ് ഈ വൈട്ടോറിയം. മേക്കിംഗ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ്. അന്നത് ആരംഭിക്കുന്ന സമയത്ത് 15,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഓഫീസ് അവർക്ക് ഉണ്ടായിരുന്നുള്ളു. ഏതാണ്ട് 12 വർഷത്തോളം വിദേശ രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് ഡോളർ സമ്പാദിക്കുന്ന ഒരു കമ്പനി. ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് ചേട്ടൻ അറിയാല്ല, കാരണം ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയുള്ളതായിരിക്കണം, ലോകരാഷ്ട്രങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കണം, അത്യാവശ്യമുള്ളതായിരിക്കണം. ഒരുപാട് പരിശോധനകൾക്ക് ശേഷം മാത്രമേ അവരുടെ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഈ ഉൽപ്പന്നം അവിടെ വിതരണം ചെയ്യാനായിട്ട് കമ്പനി അനുവദിക്കുള്ളൂ. പ്രത്യേകിച്ച് ഈ ഉൽപ്പന്നത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ് തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ മാഗ്നറ്റ് തെറാപ്പി എന്ന് പറഞ്ഞാല് ലോകത്ത് പുരാതന കാലം തുടങ്ങി നിലവിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ്. ഇനി വരാൻ പോകുന്ന ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഏറ്റവും മികച്ച ചികിത്സാ സമ്പ്രദായം പൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്നാണ് നമ്മൾ ആസ്റ്റർ മെഡിസിറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള അലീഷ മൂപ്പം പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ശാസ്ത്രശാഖയുടെ ഒരു സംക്ഷിപ്തം തേന ഞാൻ കാണിച്ചു തരാം. പൾസ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ
അവരങ്ങനെയാണ് പറയുന്നത്. PMF എന്ന് പറയുന്നത് പൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് മാഗ്നറ്റിക് തെറാപ്പി തന്നെയാണ്. അപ്പൊ ഒരുപാട് ചികിത്സാ സമ്പ്രദായങ്ങളെ സംബന്ധിച്ചുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായം ഇതാണ് സാറേ. 2020 ഇവരുടെ എക്സ്പോർട്ടിൽ നിലച്ചു പോയി. നമുക്കറിയാം കൊറോണയാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ കയറ്റുമതി ചെയ്യാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു. അത് ഈ ബയോട്ടോറിയത്തിന്റെ മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ ഒന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ പാടില്ല. കാരണം ഇന്ത്യയിൽ 140 കോടി ജനങ്ങൾക്കുണ്ട്. അവരെല്ലാവരും കഷ്ടത്തിലാണ്. അവർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ സുലഭമായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. അപ്പൊ ഈ ബയോട്ടോറിയത്തിന്റെ എക്സ്പോർട്ടിൽ നിലച്ചുപോയി. കൊറോണയാണ്. ആളുകളെല്ലാം വീടുകളിലാണ്. കടകമ്പോളങ്ങളെല്ലാം അടച്ചിട്ടൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാന്നുള്ളത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ബുദ്ധിമാനായ നമ്മുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ ഈ ഉൽപ്പന്നം ജനങ്ങളിലേക്ക് എത്തിക്കാൻ തയ്യാറായി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഒരു പ്രത്യേകത, ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് ഗുണഫലം കിട്ടിയ ഒരാള് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മറ്റുള്ളവരോട് പറയാൻ തയ്യാറാവും. അതിന് ഇതുപോലുള്ള സൂമുകൾ ഉപയോഗിക്കുക, നമുക്ക് വാട്സപ്പിലൂടെ നമുക്ക് ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഫോണിലൂടെ കാര്യങ്ങൾ പറയാം. അങ്ങനെയുള്ള വാർത്താ വിനിമയ സംവിധാനങ്ങളെല്ലാം തന്നെ സജീവമാണ് ആ സമയത്ത്. നമുക്ക് വീടുകളുടെ പുറത്തേക്ക് പോകണ്ട. പ്രത്യേകിച്ച് കൊറോണ രോഗികളിലാണ് കമ്പനി ഈ ഉൽപ്പന്നം പരീക്ഷിക്കാനായിട്ട് തയ്യാറായത്, കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദത്തോടെ. അത്ഭുതം എന്ന് പറയട്ടെ, ആ കാലഘട്ടത്തിൽ കൊറോണ രോഗികളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നത് ഓക്സിജൻ സിലിണ്ടർ കിട്ടിയ മെമ്പേഴ്സ് മാത്രമാണ്. കാരണം ശ്വാസകോശത്തിനാണ് ഈ വൈറസ് അറ്റാക്ക് ചെയ്യുന്നത്. ശ്വാസകോശം ചുരുങ്ങിപ്പോവും. ശരീരത്തിലെ 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോഴാണ് ആളുകൾ മരണത്തിന് കീഴടങ്ങിയിരുന്നത്. അപ്പൊ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമായിരുന്നുള്ളൂ. വേറെ മരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ ഈ മാഗ്നറ്റിക് മാട്രസിൽ കിടന്നുറങ്ങിയ മെമ്പേഴ്സ്, റിസ്റ്റ് ബാൻഡ് കയ്യിൽ കിട്ടിയ മെമ്പേഴ്സ്, മാഗ്നറ്റിക് വാട്ടർ കുടിച്ച മെമ്പേഴ്സിന് ഓക്സിജൻ കൂടുതൽ ആഗിരണം ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാനും ഗാഠമായ ഉറക്കം കിട്ടാനും പ്രതിരോധ സംവിധാനം ഉണർത്താനും കുറഞ്ഞ ദിവസം കൊണ്ട് കൊറോണയെ അതിജീവിച്ചുകൊണ്ട് അവർക്ക് ആരോഗ്യത്തോടെ വീടുകളിലേക്ക് പോകാൻ സാധിച്ചു. അതുകൊണ്ട് ലോക രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ കൊറോണ യോദ്ധ അവാർഡ് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ഉൽപ്പന്നത്തിന് കിട്ടിയത് നമ്മളുടെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾക്കാണ്. കേന്ദ്ര ഗവൺമെന്റ് കൊറോണ യോദ്ധ അവാർഡ് കൊടുത്തുകൊണ്ട് ഈ ഉൽപ്പന്നത്തിനെ ആദരിച്ചു. ഇന്ന് ഏതാണ്ട് 40 ലക്ഷത്തോളം സംതൃപ്തരായ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പൊ ചേട്ടന്റെ മൊബൈൽ നോക്കട്ടെ, ആ യൂട്യൂബിൽ നിന്ന് എടുത്തേ, ഈ ബയോട്ടോറിയം ടെസ്റ്റിമോണിയിൽ നിന്ന് അടിച്ചേ, 1 മിനിറ്റ് സമയം കൊണ്ടുള്ള റീലുകൾ നോക്കിയേ, എന്തുമാത്രം റീലുകളാണ്. അതാ കണ്ട ആദ്യം വന്നത് കണ്ട ഒരു സ്ത്രീക്ക് ബാധ കൂടിയതുപോലെ അവർ വിറച്ചോണ്ടിരിക്കുകയാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒരു ഉത്തരവുമില്ലാത്ത ഒരു ചോദ്യമാണത്. അവരുടെ കയ്യിൽ ബലമായിട്ട് പിടിക്കുന്നത് കണ്ട ആ കെട്ടിക്കൊടുക്കുന്നത് റെസ്റ്റ് ബാൻഡാണ്. നോക്കിയേ ചേട്ടാ, ആ വ്യക്തി അടങ്ങിയിരിക്കുന്നത് കണ്ട എത്ര ശാന്തമായി. 1 മിനിറ്റ് കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്ന് മാറ്റം കണ്ട. ഇതാണ് ഈ ബയോട്ടോറിയത്തിന്റെ മാഗ്നറ്റിക് തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത. ഇത് അടുത്തത് നോക്കിയേ, ജന്മന ഉള്ള ഒരു മുഴയാണ് ഈ കുട്ടിയുടെ നെറ്റിയിലുള്ളത്. അത് ഓപ്പറേഷൻ ചെയ്യണം, കുറച്ചുകൂടി ഒന്ന് വലുതാകട്ടെ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇത് കണ്ടതേ, ഇത് 40ഓളം നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉള്ള ഒരു റിസ്റ്റ് ബാൻഡ് ആ തലയിൽ ആ മുഴയിൽ കെട്ടിക്കൊടുക്കുകയും കണ്ട. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ നോക്കി ആ മുഴ ചുരുങ്ങിയത് കണ്ട. കുറച്ച് സമയം കൊണ്ട് കഴിഞ്ഞപ്പോ ആ മുഴ വീണ്ടും ചുരുങ്ങിയത് കണ്ട. ഏതാണ്ട് 40 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ മുഴ പോലും അവിടെ കാണാനില്ല കണ്ട. ഇത് മാഗ്നറ്റിക് തെറാപ്പിയുടെ ഭാഗമായി ശരീരത്തിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യമാണ്. ഇത് കണ്ട, ഈ വ്യക്തിയെ കണ്ട, ഇദ്ദേഹത്തിന് 7 വർഷമായിട്ട് സ്ട്രോക്ക് വന്ന് കിടന്ന് പുറം മുഴുവൻ പൊട്ടി വീഴണം വന്ന വ്യക്തിയാണ്. ആ വ്യക്തിനെ മാഗ്നറ്റിക് മാട്രസിൽ കിടത്തി റെസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടിക്കൊടുത്ത് മാഗ്നറ്റിക് വാട്ടർ ഇട്ടിട്ട് വായിൽ കൊടുത്ത് മാഗ്നറ്റിക് വാട്ടർ കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം തുടച്ച് അദ്ദേഹത്തിന്റെ മുറിവുകളെല്ലാം പുറത്ത് അദ്ദേഹം ഇത് കണ്ട ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കുന്ന മനോഹരമായ ചിത്രം കണ്ട. ഇതൊക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് സാധിക്കാത്ത കാര്യമാണ് ചേട്ടാ. ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ടെസ്റ്റിമോണിയിൽ ഈ ബയോട്ടോറിയത്തിൽ നമുക്ക് നമ്മളുടെ ഫോണിൽ നമ്മൾ യൂട്യൂബിൽ കാണാൻ സാധിക്കും. ഇതാണ് മാഗ്നറ്റിക് തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ. ഇത്രയും റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് ജനങ്ങൾ ഈ ഉൽപ്പന്നം നെഞ്ചിലേറ്റാൻ തയ്യാറായതിന്റെ കാരണം. എന്തുമാത്രം അസുഖങ്ങളാ മാറിയിട്ടില്ല. തൈറോയ്ഡ് മാറി എന്തുമാത്രം മെമ്പേഴ്സ് ഉള്ളത്. സോറിയാസിന് ഇന്ന് വരെ ലോകത്തിൽ മരുന്നില്ലാന്ന് ചേട്ടൻ അറിയാല്ല. ഇത്രയും മോശമായ ഒരു രോഗം വേറെ ആർക്കും വരില്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്തുമാത്രം സോറിയാസ് രോഗികളുടെ രോഗങ്ങളാ മാറിയത്.
ഹൃദയ സംബന്ധമായ ബ്ലോക്കുകളുള്ള മെമ്പേഴ്സ്, ഓപ്പറേഷൻ പറഞ്ഞു വെച്ച മെമ്പേഴ്സ്, അവരുടെ ഡോക്ടേഴ്സ് പറഞ്ഞു ബ്ലോക്കുകൾ കാണുന്നില്ല, ഓപ്പറേഷൻ വേണ്ട. വെരിക്കോസ് വെയിൻ വന്നിട്ട് കാല് മുറിക്കാൻ വെച്ച മെമ്പേഴ്സ്, അവരുടെ കാല് മുറിക്കാതെ അവർ ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ എന്തുമാത്രം മെമ്പേഴ്സാണ് ഉള്ളത്, എന്തുമാത്രം വ്യത്യസ്തമായ റിസൾട്ടാ കിട്ടിയിട്ടുള്ളത്. ഇതുണ്ട്. അതേ ഈ വീഡിയോ ചേട്ടൻ ശ്രദ്ധിച്ചേ, ഇത് നമ്മളുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ രാധാകൃഷ്ണ സാറിന്റെ വീഡിയോ ആണ്. ഒരു 10-15 മിനിറ്റ് സമയമുണ്ട്. ചേട്ടൻ ഇത് ഇപ്പൊ പറ്റുമെന്ന് കേൾക്ക്, അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം. അദ്ദേഹം പറയുന്നത് ഞാൻ ചേട്ടന്റെ ഫോണിലേക്ക് ഇട്ട് തരാം, ചേട്ടൻ സൗകര്യം പോലെ കേട്ടാൽ മതി. അദ്ദേഹം പറയുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്, ഒരു വ്യക്തി ആരോഗ്യവാനായിട്ട് ജീവിക്കാൻ ആ വ്യക്തിയുടെ ബ്ലഡ് സർക്കുലേഷൻ ക്രമമായിരിക്കണം, പ്രോപ്പർ ആയിരിക്കണം. അദ്ദേഹത്തിന് ശരിയായ രീതിയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കണം. അപ്പൊ ഓരോ വ്യക്തികളുടെയും ശരീരത്തിലേക്ക് ആവശ്യമായ പ്രാണവായു കിട്ടണമെങ്കിൽ, ഓക്സിജൻ കിട്ടണമെങ്കിൽ, അവരുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആണെങ്കിൽ അവർക്ക് ആരോഗ്യത്തോടുകൂടി ദീർഘായുസോടുകൂടി ജീവിക്കാൻ സാധിക്കും. ഇതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. ഇത് തന്നെയാണ് പ്രൊഫസർ രാധാകൃഷ്ണൻ സാറും പറയുന്നത്. ആരോഗ്യത്തിന്റെ രഹസ്യം ഇത് രണ്ടുമാണ്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുക, കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യുക. പക്ഷെ നിർഭാഗ്യവശാൽ ലോകത്ത് ഇന്ന് വരെ ഒരു വൈദ്യശാസ്ത്രത്തിൽ ഈ രണ്ടു പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ള ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല, ഒരു വൈദ്യശാസ്ത്രത്തിലും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഈ ബയോട്ടോറിയത്തിന്റെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഈ രണ്ട് പ്രശ്നങ്ങൾക്കും 100% പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ സാധിക്കുന്നുണ്ട്, കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്ഭുതകരമായ റിസൾട്ട് ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നത്. ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ള ഒരാളല്ലേ സാറേ, ഇനി അതിനേക്കാൾ കൂടുതൽ വേറെ എന്താ വേണ്ടത്? ഇനി ഞാൻ അടുത്തൊരു വീഡിയോ കൂടി കാണിച്ചു തരാം സാറ്, ഞാൻ ഇട്ട് തരാം, മൊബൈലിലേക്ക് ഇട്ട് തരാം. സാറ് സമയം പോലെ കണ്ടാൽ മതി. ഇത് ഡോക്ടർ ആതിരയാണ്, കാരിത്താസ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അവർക്ക് ഒരു 3 വർഷം മുമ്പ് അച്ഛന്റെയും അമ്മയുടെയും കൂടെ ജോലി ചെയ്തിരുന്ന ഒരൊറ്റ സുഹൃത്ത് കൊണ്ടുവന്ന് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി. ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ പഠിച്ചിട്ടുള്ള വൈദ്യശാസ്ത്രത്തിൽ, എല്ലാ വൈദ്യശാസ്ത്രത്തിലും അകത്ത് മരുന്ന് കഴിച്ചാൽ മാത്രമേ അസുഖങ്ങൾ മാറുള്ളൂ. ഇവിടെ ആ അങ്കിള് പറയുന്നത് അകത്തൊരു മരുന്ന് കഴിക്കണ്ട, ഓയിൽമെന്റ് പുരട്ടണ്ട, ഇഞ്ചക്ഷൻ വേണ്ട, ഓപ്പറേഷൻ വേണ്ട, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അതിന് ശാശ്വതമായ പരിഹാരം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ എനിക്കത് മനസ്സിലായത് ശുദ്ധമായ നുണയാണ്, അതുകൊണ്ട് തന്നെ മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആ അങ്കിളിനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്നേഹബന്ധമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് കുറച്ച് പൈസ വേണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അച്ഛൻ അത് വാങ്ങിക്കാൻ തയ്യാറായി. പണം കൊടുത്ത് വാങ്ങിച്ചതല്ലേ, അകത്തൊന്നും കഴിക്കണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ബെഡിന്റെ മുകളിൽ വിരിച്ച് ആ മാട്രസിൽ കിടന്നുറങ്ങി, റെസ്റ്റ് ബാൻഡ് കൈയിൽ കെട്ടി ആ മാഗ്നറ്റിക് വാട്ടർ കുടിച്ച്, അത്ഭുതം എന്ന് പറയട്ടെ, ആദ്യത്തെ ദിവസം എന്റെ അമ്മക്ക് പ്രയോജനം കിട്ടി. കാരണം അമ്മയ്ക്ക് കൊറോണ വന്നിട്ടുണ്ടായിരുന്നു. കൊറോണ വന്നതിന് ശേഷം ഉറക്കമില്ലാത്ത രാവുകളായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ അമ്മ അന്ന് ഗാഢമായിട്ട് ഉറങ്ങി. എന്റെ അമ്മക്ക് ആദ്യ ദിവസം തന്നെ റിസൾട്ട് കിട്ടി. പിന്നെ എന്റെ അമ്മയുടെ വലത് കണ്ണിന് 80% കാഴ്ച നഷ്ടപ്പെട്ട് 20% കാഴ്ച ഉണ്ടായിരുന്നുള്ളു. അമ്മയെ ഞാൻ കേരളത്തിലുള്ള എല്ലാ ഹോസ്പിറ്റലിലും കാണിച്ച് ആ 20% കാഴ്ച ക്രമേണ നഷ്ടപ്പെട്ടു പോകും, ഒരു കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം വിധി എഴുതിയത്. ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. 2 വർഷം കഴിഞ്ഞ് എന്റെ അമ്മയുടെ കണ്ണിന്റെ കാഴ്ച 100% തിരിച്ചു കിട്ടി. എന്നിട്ട് ആ ഡോക്ടർ അതിനെ നിർത്തുന്നില്ല. എനിക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുഞ്ഞുനാൾ തുടങ്ങി ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല. ഞാൻ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിൽ 3 പേർക്ക് കിട്ടിയ ഗുണമാണ് ഒരു ഡോക്ടർ പറയുന്നത്. അതിന് വീഡിയോ ഞാൻ ഇട്ട് തരാം. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ആ വ്യക്തി ഉൽപ്പന്നം വാങ്ങിച്ചിരിക്കും. അവിടെ ഒരു സയൻസും പറയണ്ട. അവിടെ നിങ്ങൾ ആ മൊബൈൽ ടെക്നോളജി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യം പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്ന ഒരു രീതിയാണ്. ഒരാൾ പോലും വേണ്ട എന്ന് പറയൂല. 100% ഗ്യാരണ്ടിയാണ് ചേട്ടൻ. ചേട്ടനിപ്പോ ഒരു അസുഖമില്ല, സംബന്ധിച്ച് ഈ കുടുംബത്തിൽ ആർക്കും അസുഖമില്ല. എപ്പോ വേണമെങ്കിലും അസുഖം വരാനില്ല. ഇന്ന് ആരോഗ്യത്തോട് കാണുന്ന ആളുകളെ നാളെ കാണുന്നില്ല, കുഴഞ്ഞുകൊണ്ട് മരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കുഴഞ്ഞുകൊണ്ട് മരിക്കുന്നത്? അത് കൊറോണ വന്നു പോയവരിക്കും കൊറോണ വാക്സിനേഷൻ എടുത്തവരിക്കും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കൊറോണ വന്നു പോയവരുടെ ശ്വാസകോശം ചുരുങ്ങിപ്പോയി, അവരുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട്. കൊറോണ വാക്സിനേഷൻ എടുത്തവരിൽ പ്രോട്ടീന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് രക്തത്തിൽ കലരുന്നുണ്ട്.
അപ്പൊ രക്തത്തിൽ കനം കൂടുന്നുണ്ട്. കനം കൂടിയ രക്തം പമ്പ് ചെയ്യാനായിട്ട് ഹൃദയത്തിന് ലോഡ് വരുന്നുണ്ട്. അപ്പൊ ഹൃദയത്തിന് ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നുണ്ട്, നീർക്കെട്ട് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ കുഴഞ്ഞുകൊണ്ട് മരിക്കുന്നത്. ഏതാണ്ട് ഇന്ന് ലോകത്തുള്ള 800 കോടി ജനങ്ങളിൽ 100 കോടി ജനങ്ങൾ പോക്കാണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. കൊറോണയുടെ വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ഞങ്ങളുടെ അടുത്ത് ഒരാൾ മരിച്ചുപോയി. നല്ല ചെറുപ്പക്കാരനാണ്, നല്ല ആരോഗ്യവാനാണ്. കാരണം എന്ന് പറയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറയുന്നത്. കാരണം ഇതാണ് ചേട്ടാ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആണ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഓക്സിജൻ നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കണം. നമുക്ക് ഗാഠമായ ഉറക്കം കിട്ടണം. ആ ഉറക്കത്തിലാണ് നമ്മുടെ ശരീരത്തിന്റെ റിപ്പയറിങ് നന്നായിട്ട് നടക്കുന്നത്. പുതിയ കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുമ്പോൾ ആരോഗ്യമുള്ള കോശങ്ങൾ റീജനറേറ്റ് ചെയ്യണം. ഒരു 120 ദിവസം വേണം നമ്മളെ ബ്ലഡ് സെൽസ് റീജനറേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ 120 ദിവസം കഴിയുമ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനാണ്. മുടി തുടങ്ങി നഖം വരെയുള്ള എല്ലാ കോശങ്ങളും റീജനറേറ്റ് ചെയ്തിട്ടുണ്ടാകും. അത് ആരോഗ്യമുള്ള കോശങ്ങളാണെങ്കിൽ ആരോഗ്യവാനായ ഒരു പുതിയ വ്യക്തിയായിട്ട് നമ്മൾ മാറും. ഇതാണ് നമ്മളെ മാഗ്നറ്റ് തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നത്. ആരോഗ്യമുള്ള വ്യക്തികളാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഒരു കാരണവശാലും ഒരു രോഗവും നമ്മളെ ശരീരത്തിനെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. ആരോഗ്യത്തോടെ ദീർഘായുസോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. മാത്രമല്ല മാനസികമായ പിരിമുറുക്കങ്ങൾ ഇല്ലാതാൻ സാധിക്കുന്നുണ്ട്. ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഓറ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ദൈവികമായ ഒരു കഴിവ്. ഇപ്പൊ ഈ കാണുന്ന ഈശ്വരന്റെ ഫോട്ടോയിൽ തലക്ക് ചുറ്റും കാണുന്ന ഒരു കിരണങ്ങളില്ലേ, അതിനാണ് ഓറ എന്ന് പറയുന്നത്. ആ ഓറ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഒരു വീഡിയോ കൂടി ഞാൻ ചേട്ടന് അയച്ചു തരാം. ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. ഇനിയുടെ മെഡിക്കൽ മാഗ്നറ്റ് ഉപയോഗിക്കുന്ന വ്യക്തികളുടെ ഓറ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ദൈവിക അംശം നമ്മുടെ ശരീരത്തിൽ കൂടുന്നത്. അതാണ് ഈ ഉൽപ്പന്നം. ഇതിന്റെ എല്ലാം പ്രൂഫ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ആരാ പിന്നെ ഉൽപ്പന്നം വാങ്ങിക്കാത്തത്? എല്ലാവരും തന്നെ ഉൽപ്പന്നം. ചേട്ടാ, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 കുട്ടികളില്ലേ, അവർക്ക് ഉയർന്ന മാർക്ക് കിട്ടാനായിട്ട് അവരുടെ IQ പവർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ വെള്ളം സഹായിക്കുന്നുണ്ട്. മാട്രസ് നിങ്ങൾ ഉപയോഗിച്ചോ, റെസ്റ്റ് ബാൻഡ് നിങ്ങൾ കെട്ടിക്കോ, വെള്ളം കുട്ടികളോട് കുടിക്കട്ടെ. കാരണം ഈ വെള്ളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ വെള്ളത്തിന് സാന്ദ്രത വളരെ കുറവാണ്. ഇതിന് മാഗ്നറ്റിക് എനർജി ഉണ്ട്. ഇതിൽ ഓക്സിജന്റെ അളവ് കൂടുതലാണ്. ഈ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കൂടുന്നുണ്ട്, രക്തത്തിന്റെ കനം കുറക്കുന്നുണ്ട്, രക്തത്തിന്റെ ശുദ്ധീകരിക്കുന്നുണ്ട്, ഉള്ളിലുള്ള നീർക്കെട്ടുകൾ ഇല്ലാതാക്കുന്നുണ്ട്, ഇന്റേണൽ ഓർഗൻ പാർട്സിനും മാഗ്നറ്റിക് പവർ കിട്ടുന്നുണ്ട്. ഊർജ്ജ ശരീരം സജീവമാകുമ്പോൾ ഭൗതിക ശരീരം സൗഖ്യത്തിലാവും. ഇതൊന്ന് കാണാതെ പിടിച്ചേക്കണം. ഊർജ്ജ ശരീരം സജീവമാകുമ്പോൾ ഭൗതിക ശരീരം സൗഖ്യത്തിലാകുന്നുണ്ട്. ആയുർവേദം ആരോഗ്യത്തെ സംബന്ധിച്ച് പറയുന്ന ഇതാണ്. ഊർജ്ജ ശരീരം സജീവമാകുമ്പോൾ ഭൗതിക ശരീരം സൗഖ്യത്തിലാകുന്നുണ്ട്. അപ്പൊ നമ്മൾ മാഗ്നറ്റിക് വാട്ടർ കുടിക്കുമ്പോൾ ഊർജ്ജ ശരീരം സജീവമാകുന്നുണ്ട്. ഒരു ഊർജ്ജം നമ്മുടെ ശരീരത്തിലുണ്ട്. ആ ഊർജ്ജ ശരീരം സജീവമാകുന്നുണ്ട്, ഭൗതിക ശരീരം സൗഖ്യത്തിലാകുന്നുണ്ട്. വളരെ സിമ്പിൾ ആണ് ചേട്ടാ. അത് കുട്ടികളുടെ IQ പവർ കൂടുമെന്ന് പറയുന്നതിന്റെ കാരണം എന്ന് അറിയാമോ? നമുക്കിപ്പോ ചേട്ടന് ശരാശരി 70 കിലോ ഭാരമുണ്ട്. ചേട്ടൻ ഇതിനേക്കാൾ തൂക്കം കൂടുതലായിരുന്നില്ല, ഇപ്പൊ ഭാരം കുറച്ചാണല്ല. 70 കിലോ ഭാരമുണ്ട്, കറക്റ്റ് തൂക്കമാണ്. ചേട്ടൻ്റെ ഒരു 5 ഇരട്ടി പൊക്കം വെച്ച് 70 കിലോ തൂക്കം വേണം. അതാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. അതാണ്. അപ്പൊ നമ്മൾ പുള്ളിനൊക്കെ കറക്റ്റ് ആക്കി. ചേട്ടന്റെ ശരീരത്തിൽ 37.4 ലക്ഷം കോടി കോശങ്ങളുണ്ട്. ആ കോശങ്ങളിലേക്ക് ആവശ്യമായ ജീവജലം കിട്ടുന്നുണ്ട്, പ്രാണവായു കിട്ടുന്നുണ്ട്, പോഷകാഹാരം കിട്ടുന്നുണ്ട്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് പറഞ്ഞോ. നമ്മളെ തലച്ചോറിന്റെ ഭാരം 1300 ഗ്രാമേ ഉള്ളൂ. അതൊന്ന് കാണാതെ പിടിച്ചു വെച്ചേക്കും. ശരീരത്തിന്റെ ഭാരം 70 കിലോ ഉണ്ട്. തലച്ചോറിന്റെ ഭാരം 1300 ഗ്രാമേ ഉള്ളു. കോടാനുകൂടി ന്യൂറോൺസ് ഉണ്ട്. 25 വാട്ട്സ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു നഗരത്തെ ചുട്ടുചാമ്പലാക്കാനുള്ള അണുശക്തി ഉണ്ട്. അങ്ങനെ നമ്മളെ തലച്ചോറാണ്, മനുഷ്യന്റെ തലച്ചോറാണ് ഈ ഭൂമിയെ ഈ രീതിയിൽ മാറ്റിമറിച്ചത്. അപ്പൊ തലച്ചോറിന്റെ പവർ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന പോഷകാഹാരം 20% തലച്ചോറിൽ വേണം. നമ്മൾ കുടിക്കുന്ന ജീവജലത്തിന്റെ 20% തലച്ചോറിന് വേണം. നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായുവിന്റെ 20% തലച്ചോറിന് വേണം. നമ്മൾ ഈ മാഗ്നറ്റിക് വാട്ടർ കുടിക്കുമ്പോൾ ഇത് 3 തലച്ചോറിന് കിട്ടുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങൾ കൂടുതൽ ആഗിരണം ചെയ്യാനായിട്ട് നമ്മൾ ആമാശയത്തിനെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രാണവായുവിന്റെ അളവ് കൂടുന്നുണ്ട്, ജീവജലത്തിന്റെ അളവ് കൂടുന്നുണ്ട്. അപ്പൊ 20% ഈ 3 കാര്യങ്ങൾ തലച്ചോറിന് കിട്ടുന്നുണ്ട്. തലച്ചോറ് പ്രോപ്പർ ആകുന്നുണ്ട്, IQ പവർ കൂടുന്നുണ്ട്, പഠന നിലവാരം കൂടുന്നുണ്ട്, ഓർമ്മശക്തി കൂടുന്നുണ്ട്, കൂടുതൽ മാർക്ക് കിട്ടുന്നുണ്ട്, കുട്ടികൾ ഉന്നതന്മാരായിട്ട് മാറും. പ്രൊഡക്റ്റ് വിറ്റഴിഞ്ഞ് ഏത് പ്രൊഡക്റ്റ് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. അപ്പൊ തന്നെ സാറേ ചേട്ടാ ഗൂഗിൾ പേ ചെയ്താൽ മതി. എന്റെ ഫോൺ നമ്പർ ഇതാണ്. കാരണം ആരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, പൈസ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഒരു മനുഷ്യന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ അങ്ങനെ ഗൂഗിൾ പേ ചെയ്താൽ പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇപ്പൊ തന്നെ ഞാൻ പ്രൊഡക്റ്റ് തന്നേക്കാം. ഞാൻ കൊടുക്കാൻ വേണ്ടി പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ തന്നെ പ്രൊഡക്റ്റ് തന്നേക്കാം. ആ ബെഡ്റൂമിലെ ബെഡ്റൂം ഏതാണ്, എവിടെ ബെഡ്റൂം ചേട്ടാ ഒന്ന് വന്നേ. ആ ബെഡ്റൂമിലേക്ക് പോയി ചേട്ടാ ഇത് ഇങ്ങനെയാണ് വിരിക്കേണ്ടത്. കട്ടിലൊന്ന് വിരിച്ച് പില്ലോ പാഡിന്റെ ഉള്ളിൽ കവർ വെച്ച് ചേട്ടന്റെ കയ്യിൽ റെസ്റ്റ് പാഡ് ഒന്ന് കെട്ടി വെച്ച് ഒരു ചില്ലുരുപ്പി ഉണ്ടെന്ന് ആ ചില്ലുരുപ്പിയുടെ പുറത്തുനിന്ന് ചുറ്റി വെച്ച് ഇത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കേണ്ടത്.
ആ ഈ കച്ചവടം നടന്നവിടെ അങ്ങനെയാണ് കച്ചവടം നടക്കണ. ഇനി വേണ്ടാന്ന് പറഞ്ഞ സാധനം മടക്കി കിട്ടി നമുക്ക് ഉണ്ടെന്നുള്ള പ്രയാസമുണ്ട്. ഇത്ര ഉള്ള കാര്യം. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ തയ്യാറുള്ള മനുഷ്യന് നല്ല ബിസിനസ് കിട്ടുന്നുണ്ട്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, തുടക്കക്കാരാണ് നിങ്ങൾ. ആഴ്ചയിൽ ഒരു ഫാമിലി ബോണസ് കിട്ടിയാലും 6,800 രൂപ ഉണ്ടാവോ? ഒരു മാസത്തെ വരുമാനം 30,000 വരൂല്ലേ? ആര് ജോലി ചെയ്തിട്ട് 30,000 രൂപ കിട്ടുന്നുണ്ട്? അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും നിങ്ങളെ കാണുമ്പോൾ. കാരണം ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ആദരിക്കുന്നത് ആരോഗ്യം കൊടുക്കുന്ന ആളുകളിൽ. അതിലെ ഡോക്ടേഴ്സിനും മറ്റൊക്കെ ഇത്ര ആരോഗ്യം കിട്ടുന്നത്. ഇതാണ് നമ്മളെ നിയോഡൈമി മെഡിക്കൽ മാനേജ്മെന്റ് ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചും കമ്പനിയുടെ പ്രൊഫൈലിനെ സംബന്ധിച്ചും ക്യാൻവാസിങ്ങളെ സംബന്ധിച്ചും എനിക്ക് നിങ്ങളോട് പറയാൻ ഉള്ള പ്രധാന കാര്യങ്ങൾ. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് ഇതിനേക്കാൾ, കാരണം നമ്മൾ മികച്ച പ്രൊഡക്റ്റ് കണ്ട 4 പ്രൊഡക്റ്റ്, ഒന്നിനൊന്നും മികച്ച പ്രൊഡക്റ്റാണ് 4 പ്രൊഡക്റ്റ്. അൾട്രാബെറി. അൾട്രാബെറി നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും അൾട്രാബെറിയുടെ കുപ്പിയിലായിരിക്കണം നിങ്ങൾ മാഗ്നറ്റ് വാട്ടർ കൊണ്ടുപോകേണ്ടത്. നിങ്ങളുടെ കയ്യിൽ മാഗ്നറ്റ് വാട്ടർ വേണം. അത് അൾട്രാബെറി എടുത്ത് ആ കുപ്പി അവിടെ മേശപ്പുറത്ത് വെക്കുക. ഇത് അൾട്രാബെറിയുടെ കുപ്പിയാണ്. നോക്കിയാൽ ചേട്ടാ, ഇതിൽ അടങ്ങിയിരിക്കുന്ന നോക്കിയാൽ 21 അപൂർവമായ പഴങ്ങളും ഔഷധ സസ്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതിന്റെ ജ്യൂസ് അല്ല ഇത്, അതിന്റെ സ്റ്റെം സെല്ലാണ്. അതിന് അത്യാവശ്യം വേണ്ട സ്റ്റെം സെൽ, ഓരോന്നിനും വേണ്ട സ്റ്റെം സെൽ. ആ സ്റ്റെം സെല്ലാണ് ഇതെടുത്ത് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് 30 ഗ്രാം മാത്രം കഴിച്ചാൽ മതി. നമുക്ക് 3.5 കിലോ ഓർഗാനിക് ഫ്രൂട്ട് കഴിക്കുന്നതിന്റെ പ്രയോജനമാണ് ചേട്ടാ ഇവിടെ കിട്ടുന്നത്. 3.5 കിലോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട് അല്ല, 3.5 കിലോ ഓർഗാനിക് ഫ്രൂട്ട്. ആ ഓർഗാനിക് ഒന്ന് ഓർത്തിരിക്കണം. ആ 3.5 കിലോ ഓർഗാനിക് ഫ്രൂട്ട് നമുക്ക് ഒരു ദിവസം കഴിക്കാൻ പറ്റില്ല. ലോകാരോഗ്യ സംഘടന പറയുന്നത് ഒരു ദിവസം 8 നിറത്തിലെ ഭക്ഷണങ്ങളും 8 തരത്തിലെ ഭക്ഷണങ്ങളും കഴിക്കണം എന്ന് പറയുന്നത്. നമ്മൾ 8 നിറത്തിലെ ഭക്ഷണം കഴിക്കുന്നുണ്ടാ? 8 തരത്തിലെ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടാ? ഇവിടെ 21 തരത്തിലുള്ള ഒരുപാട് നിറങ്ങളിലുള്ള ഫ്രൂട്ട്സും ഔഷധ സസ്യങ്ങളാണ്. ഇത് 4 രീതിയിലുള്ള ബെറി ഉണ്ട് ചേട്ടാ. ബെറിപ്പഴങ്ങൾ നമ്മൾ കഴിക്കാറുണ്ടാ? എന്നാ ബെറിപ്പഴം കഴിച്ചിട്ടുള്ളത്? ഇതിൽ ബ്ലൂബെറി ഉണ്ട്, എൽഡൻ ബെറി ഉണ്ട്, ക്രാൻബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. ആ ബെറി ഒന്ന് നിങ്ങളൊന്ന് കാണാതെ പഠിച്ചത്. വിജയിക്കണമെങ്കിൽ കാണാതെ പഠിക്കണമല്ലോ, നിവൃത്തിയുണ്ട. കാരണം ഞാൻ എത്രയോ പ്രാവശ്യം പഠിച്ചിട്ടുള്ളത് കാണാതെ പഠിച്ചെന്ന് അറിയാമോ? ബ്ലൂബെറി, എൽഡൻ ബെറി, ക്രാൻബെറി, സ്ട്രോബെറി, 4 ബെറി. ഈ ബെറി പഴങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് ഉള്ളതാണ്. അതാണ് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. ഇത് 1954 വൈദ്യശാസ്ത്രം കണ്ടെത്തിയത്. കാരണം ചില രോഗികൾ അവർ രോഗമുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർമാർ ചെല്ലും. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറയും നിങ്ങൾക്ക് ഒരു രോഗമില്ലെന്ന് പറയും. അവര് പറയും ഞാൻ രോഗിയാണെന്ന്. ഡോക്ടർമാർ പറയണം നിങ്ങൾക്ക് ഒരു രോഗമില്ല. അപ്പൊ അവര് രോഗിയാണെന്ന് ചോദിച്ചാൽ രോഗിയല്ല, എന്നാൽ രോഗിയാണ്. ആരോഗ്യവാനാണെന്ന് ചോദിച്ചാൽ അവര് ആരോഗ്യവാനാണെന്ന് വൈദ്യശാസ്ത്രം പറയും, എന്നാൽ അവര് ആരോഗ്യവാനല്ല. ഇതിന്റെ കാരണം വൈദ്യശാസ്ത്രം കണ്ടെത്തിയത് 1957 അവരുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. എന്താണ് ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ എന്താണെന്ന് നമുക്ക് ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാം. ചേട്ടാ, ഈ ഇരുമ്പൊക്കെ തുറന്നിരിക്കുമ്പോ തുരുമ്പിക്കൂല്ലേ? അതിനാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. കാരണം ആ ഇരുമ്പിലുള്ള ഓക്സിജൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ തുരുമ്പ് വരും. നമ്മളൊരു ആപ്പിൾ മുറിച്ചാൽ ബ്രൗൺ നിറം വരില്ലേ? അതാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഈ വായുവിലുള്ള ഓക്സിജൻ മാത്രം പോരാ, അപൂർവമായ പഴങ്ങളിലും പച്ചക്കറികളിലും ഉള്ള ഇലക്കറികളിലുള്ള ഓക്സിജൻ കൂടി വേണം. നമ്മൾ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നില്ല. അത് ഓർഗാനിക് ഫ്രൂട്ട്സ് ആയിരിക്കണം, ഓർഗാനിക് ആയിരിക്കണം. അതൊന്നും നമുക്ക് കിട്ടുന്നില്ല. അത് പച്ചക്കൊക്കെ കഴിച്ചാൽ മാത്രമേ ഈ ആന്റി ഓക്സിഡന്റ് നമുക്ക് കിട്ടുന്നുള്ളൂ. ലോകാരോഗ്യ സംഘടന പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം 5000 ഒറാക്കിൾ ആന്റി ഓക്സിഡന്റ് ആവശ്യമാണെന്നാണ് പറയുന്നത്. ഇതിൽ 30 മില്ലി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് 7000 ഒറാക്കിൾ ആന്റി ഓക്സിഡന്റ് കിട്ടുന്നത്. അതൊരു ആന്റി ഏജിങ് പ്രോസസ് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരുന്നുണ്ട്, ഓക്സിഡേഷനെ തടയുന്നുണ്ട്. ആന്റി ഓക്സിഡന്റ് ആണ്. അതാണ് ഈ ബെറി പഴങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് അപൂർവമായ 4 രീതിയിലുള്ള ബെറി പഴങ്ങളുണ്ട്. ബ്ലാക്ക് കറന്റ് ഉണ്ട്, കിവി ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, മാങ്കോസ്റ്റൻ ഉണ്ട്, അശ്വഗന്ധ ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, വീറ്റ് ഗ്രാസ് ഉണ്ട്. വീറ്റ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ മുളപ്പിച്ച ഗോതമ്പ് വിത്ത്. ദൂര ഔഷധ ഗുണങ്ങൾ അതിലുള്ളതെന്ന് അറിയാമോ? നോനിപ്പഴം ഉണ്ട്, ഗ്രീൻ ടീ ഉണ്ട്, ഗ്രീൻ ടീയുടെ ഗുണം, കറുവപ്പട്ട ഉണ്ട്. ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കുന്നത് മാത്രം പറയുക, ഒരു പോയിന്റ്സ് നോക്കി പറയരുത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കാണാതെ പറയാൻ സാധിക്കും. സിബാക്ത്രോൺ ഉണ്ട്, ഒന്ന് അടിവരായിട്ട് പറയാം. സിബാക്ത്രോൺ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് അത് നിങ്ങൾ പഠിച്ചിരിക്കണം. സിബാക്ത്രോൺ, അതിന്റെ ഗുണങ്ങൾ ഒന്ന് പറയണം. പിന്നെ സോബാൽമെറ്റ ഉണ്ട്, കറ്റാർ വാഴയുണ്ട്, മഗാറൂട്ട് ഉണ്ട്, സഫേദ് മുസ്ല ഉണ്ട്, ഗ്രേപ്പ് സീഡ് ഉണ്ട്. ഗ്രേപ്പ് സീഡ് എന്ന് പറഞ്ഞാൽ മുന്തിരി വിത്ത്. ഇത് മാത്രം ഔഷധ ഗുണമെന്ന് അറിയാമോ മുന്തിരി വിത്തിലുള്ളത്? അങ്ങനെ 21 അപൂർവമായ ഔഷധ സസ്യങ്ങളും ഔഷധ ചേരുവകളുടെയും എടുത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ജ്യൂസ്. ഇത് ആന്റി ഓക്സിഡന്റ് ആണ്, മികച്ച ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണ്, നല്ല രുചിയും നല്ല മണവുമാണ്. എന്താ രുചി എന്നറിയാമോ? കഴിച്ചാൽ വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നും. അത്രക്ക് ആസ്വാദ്യകരമായ രുചിയാണ്. ഇത് രാവിലെ നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മണമാണെന്ന് അറിയാമോ? ഇത് ചേട്ടാ, ഇത് വെച്ചിട്ടും വേണ്ടല്ല,
ഏതെങ്കിലും അലമാരിക്കകത്ത് പൂട്ടി വെക്കണോട്ട, അല്ലെങ്കിൽ കുട്ടികൾ വീണ്ടും വീണ്ടും എടുത്ത് കുടിക്കും. ഇത് എക്സ്ട്രാക്ട് ആണ്, നമുക്ക് കൂടുതൽ കുടിക്കാൻ പാടില്ല. അത് കുട്ടികൾ 10 മില്ലി കഴിച്ചാൽ മതി. നമ്മളും 10 മില്ലി രാവിലെ 10 മില്ലി വൈകിട്ടും കഴിച്ചാൽ മതി. കൂടുതൽ കുടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കൂടുതൽ കുടിച്ചുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ഇത് എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, ക്ഷീണം അകറ്റുന്നുണ്ട്, നല്ല ദഹനം ഉണ്ടാക്കുന്നുണ്ട്, അസിഡിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തന്നെ ഓർഗാനിക് ഫ്രൂട്ട് ആണ്. 3.5 കിലോ ഓർഗാനിക് ഫ്രൂട്ടിന്റെ പ്രയോജനം നമുക്ക് കിട്ടുന്നുണ്ട്. 5000 ഒറാക്കിൾ യൂണിറ്റ് ആന്റി ആവശ്യമാണ്. 7000 ഒറാക്കിൾ ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിലുണ്ട്. എന്താണ് ഒറാക്കിൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ ചോദിക്കുന്നതാണ് ഒറാക്കിൾ. ഒറാക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മൃതകോശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ മൃതകോശങ്ങളെ തള്ളിക്കളയാനുള്ള കഴിവാണ്. ആ മൃതകോശങ്ങളെ നമ്മുടെ ശരീരത്തിൽ തള്ളിക്കളയണം, ഇല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഈ മൃതകോശങ്ങളെ തള്ളിക്കളയാനായിട്ട് ആന്റി ഓക്സിഡന്റ് ആണ് സാധിക്കുന്നത്. ഇത് ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കലാണ്. ഇതിന്റെ ഗുണങ്ങൾ ഹൃദയത്തെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഓർത്തിരിക്കുന്ന കാര്യം മാത്രം മതി, ഹൃദയത്തിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാർദ്ധക്യകാല പ്രശ്നങ്ങൾക്ക് നല്ല പരിഹാരമാണ്. കാരണം വാർദ്ധക്യകാലമാകുമ്പോൾ ഒരുപാട് ആഹാരം നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കാൻ സാധിക്കില്ല. പല്ലുകളുടെ ആരോഗ്യം കുറഞ്ഞിട്ടുണ്ടാവും, വിശപ്പ് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം പ്രകൃതി ആഹാരത്തിൽ നമ്മൾ അകത്തി കളയും. അത് പ്രകൃതിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ ന്യൂട്രാസ്യൂട്ടിക്കൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ പോഷകങ്ങൾ കിട്ടും, നമ്മൾ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും. സൂക്ഷ്മ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ റീജനറേറ്റ് ചെയ്യും. അപ്പൊ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്ന് മാത്രം പരിഹാരമല്ല, ആന്റി ഓക്സിഡന്റ് കൂടി വേണം. അപ്പൊ മരുന്ന് കഴിക്കുന്ന കുറെ ആളുകൾക്ക് അവരുടെ രോഗം മാറുന്നില്ല. രോഗം മാറാത്തതിന്റെ കാരണം വേറെ ഒന്നുമില്ല, മരുന്ന് മാത്രം പോരാ, ആന്റി ഓക്സിഡന്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ശരീരത്തിൽ ആ മരുന്ന് അവർക്ക് 100% പ്രയോജനം കിട്ടുള്ളൂ. അപ്പൊ ആ മരുന്ന് അവർക്ക് പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ ആന്റി ഓക്സിഡന്റ്. അതുകൊണ്ട് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ രോഗികളെ കാണാൻ പോകുമ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് പോകുന്നു. ഇവ ഈ രാസമാലിന്യമുള്ള ഫ്രൂട്ട്സ് ആയതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞ ഫ്രൂട്ട്സ് കൊടുക്കണം എന്ന് പറയണം. രോഗികൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കണമെന്ന് പറയണം. രോഗികൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കാതെ ആന്റി ഓക്സിഡന്റ് ശരീരത്തിൽ കിട്ടാതെ എങ്ങനെ രോഗം മാറും? ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചാൽ മതിയാ. അപ്പം മരുന്നിനോടൊപ്പം ആന്റി ഓക്സിഡന്റും കൂടി ശരീരത്തിൽ വേണം. ആ ആന്റി ഓക്സിഡന്റ് ഏറ്റവും നല്ല രീതിയിൽ കിട്ടുന്നത് നമ്മളുടെ അൾട്രാബെറിയിൽ നിന്നാണ്. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉത്തമമാണ്, അതൊന്ന് എടുത്തു പറയണം. അവർ എല്ലാ വീടുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള വീടുകൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാൻ തയ്യാറാകുക. ഈ ഉൽപ്പന്നമായിട്ട് കണക്ട് ചെയ്യാൻ തയ്യാറാകുക. കാരണം ഇത് സ്ട്രെസ് കുറക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇത് സ്ട്രെസ് ഉള്ളത് കുട്ടികൾക്കാണ്. എന്തുകൊണ്ടാണ്? രാവിലെ 6 മണിക്ക് അവർ പഠിക്കാൻ പോകുന്നുണ്ട്, 3 മണി വരെ ക്ലാസ്സിലാണ്. അവിടുത്തെ ഹോംവർക്കുകൾ, അവിടുത്തെ പാഠ്യവിഷയങ്ങൾ ഇതെല്ലാം വളരെ കട്ടിയാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ട്യൂഷന് പോകുന്നുണ്ട്, 7 മണി വരെ ട്യൂഷൻ. അത് കഴിഞ്ഞാൽ കരാട്ട ക്ലാസ്സിൽ പോകുന്നുണ്ട്, ഡാൻസ് ക്ലാസ്സിൽ പോകുന്നുണ്ട്. 10 മണിക്ക് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ് റൂമിലെ ഹോംവർക്ക് ഉണ്ടാവും, ട്യൂഷൻ ക്ലാസ്സിലെ ഹോംവർക്ക് ഉണ്ടാവും. അവർക്ക് എവിടെയാണ് വിശ്രമം കിട്ടുന്നത്? എവിടെയാണ് പോഷകാഹാരം കിട്ടുന്നത്? കഴിക്കുന്നത് കുഴിമന്തിയും ബർഗറും ബിസ്ക്കറ്റൊക്കെയാണ്. അപ്പൊ അവരുടെ ആരോഗ്യം വീക്കാണ്, ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. മാസത്തിൽ 10 ദിവസം അവർക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല. പനി, ചുമ, തൊണ്ടവേദന, അങ്ങനെയുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിട്ടാണ്. അവർക്ക് മെന്റൽ സ്ട്രെസ് വളരെ കുറവാണ്. അവരുടെ ശരീരത്തിലേക്ക് ഈ രീതിയിലുള്ള ആന്റി ഓക്സിഡന്റ് ഉൽപ്പന്നങ്ങൾ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അവരോട് പറയേണ്ട കാര്യം, അവർക്ക് പനി ഉണ്ടാകുന്നുണ്ട്, ചുമ ഉണ്ടാകുന്നുണ്ട്, ജലദോഷം ഉണ്ടാകുന്നുണ്ട്, തൊണ്ടവേദന ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിട്ടാണ്. അതൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ചേട്ടാ, ഇത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അത്യാവശ്യമാണെന്ന് പറഞ്ഞാല് ഇതിൽ അടങ്ങിയിട്ടുള്ള 21 അപൂർവമായ ഔഷധ സസ്യങ്ങളുടെ ഒരു പഴത്തിന് മാത്രം ഞാൻ ഗുണം പറയാം. അപ്പൊ ചേട്ടന് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് സിബാത്രോൺ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സ് ഉണ്ട്. അത് ഹിമാലയം ബെറി എന്നാണ് അറിയപ്പെടുന്നത്. ഹിമാലയം ബെറി എന്നാണ് അത് അറിയപ്പെടുന്നത്. അതും ഒരു ബെറി തന്നെയാണ്. വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരു അമൂല്യമായ ഫ്രൂട്ട്സ് ആണ്. അതിന്റെ എക്സ്ട്രാക്ട് ഇതിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പൊ ആ ഫ്രൂട്ട്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയിൽ ജവാന്മാർക്ക് കൊടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. കാരണം അവരുടെ കായിക ബലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അത്രയും നല്ലൊരു ഉൽപ്പന്നമായതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യൻ മിലിറ്ററിയിൽ ജവാന്മാർക്ക് ഇത് കൊടുക്കുന്നതിന്റെ കാരണം. മാത്രമല്ല, കായിക താരങ്ങൾ സുലഭമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. കാരണം സ്റ്റാമിന കൂട്ടാനും അവരുടെ കായിക ശേഷി വർദ്ധിപ്പിക്കാനും ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഇതിൽ കൊളാജിൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ ജോയിന്റ്സിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ളതാണ് ഈ കൊളാജിൻ. അത് നമുക്ക് സൂപ്പൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ ആരാണ് സൂപ്പൊക്കെ കുടിക്കുന്നത്? അതൊരു ഹാപ്പി മോളിക്യൂൾസ് ഇതിൽ ധാരാളം അടക്കിയിട്ടുണ്ട്. ഈ ഹാപ്പി മോളിക്യൂൾസുകളിൽ ഇതിൽ ധാരാളം അടക്കിയിട്ടുള്ളത് ഒരു ഹാപ്പി മൂഡിലേക്ക് വരുന്നുണ്ട്. മെന്റൽ സ്ട്രെസ് കുറയുന്നുണ്ട്. ബ്രെയിനിൽ സെറോട്ടോൺ എന്ന് പറഞ്ഞ ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ബ്രെയിനിൽ സെറോട്ടോൺ എന്ന് പറഞ്ഞ ഹോർമോൺസിന്റെ ഗുണം എന്താണ്? കാരണം സെറോട്ടോൺ ആണ് ഈ പരീക്ഷ പേടി മാറ്റുന്നത്. വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന പരീക്ഷ പേടി മാറ്റാനുള്ള ഒരു ഹോർമോൺസ് ആണ് സെറോട്ടോൺ. ഈ സെറോട്ടോൺ നിങ്ങളൊന്ന് കാണാതെ പഠിച്ചിരിക്കണം. വിദ്യാർത്ഥികളുടെ
ഈ ഉൽപ്പന്നം കഴിക്കുന്ന എല്ലാവരിലും സെറോട്ടോൺ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു ഹാപ്പി മൂഡ് ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ മെന്റൽ സ്ട്രെസ് കുറക്കുന്നുണ്ട്, പരീക്ഷ പേടിയെയും ജീവിതത്തിൽ പല കാര്യങ്ങളും അഭിമുഖീകരിക്കുന്ന പേടിയെയും മാറ്റുന്നുണ്ട്. അപ്പൊ വിദ്യാർത്ഥികൾക്ക് വളരെ ഉത്തമമാണ്. മറ്റുള്ളവർ കഴിക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒരു പോസിറ്റീവ് മൂഡിലേക്ക് അവരുടെ ആ ഓരോ ദിവസങ്ങളെയും കൊണ്ടുവരേണ്ട അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് വളരെ അത്യാവശ്യമാണ് എന്ന് വിദ്യാർത്ഥികൾ കേൾക്കിയത് പറഞ്ഞു മനസ്സിലാക്കണം. പരീക്ഷ പേടി മാറ്റാനായിട്ട് സെറോട്ടോണിന് സാധിക്കുന്നുണ്ട്. അപ്പൊ അവർ പറയും ശരിയാണ്, സെറോട്ടോണിനെ കുറിച്ച് ഞാൻ പഠിച്ചതാണ്, പരീക്ഷ പേടി മാറ്റാനായിട്ട് സെറോട്ടോൺ നമ്മളുടെ ബ്രെയിനിൽ ഉത്പാദിപ്പിക്കണം. അത് എന്ത് കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കണായിരുന്നു. അത് ഇത് കഴിക്കുകയാണെങ്കിൽ എന്റെ മെന്റൽ എന്റെ സ്ട്രെസ് കുറയുന്നുണ്ട്, എന്റെ ഐ ടി പവർ കൂടുന്നുണ്ട്, മാനസികമായിട്ട് എനിക്ക് ക്ലാരിറ്റി ഉണ്ടാകുന്നുണ്ട്, ഹാപ്പി ഹോർമോൺസ് എനിക്ക് ഉണ്ടാകുന്നുണ്ട്, സെറോട്ടോൺ എന്റെ പരീക്ഷ പേടി മാറ്റുന്നുണ്ട്, എനിക്കിത് ആവശ്യമായ ഒരു ഉൽപ്പന്നമാണ് എന്ന് നമ്മൾ മാതാപിതാക്കളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുമ്പോൾ ഇത് വിദ്യാർത്ഥികളോട് കേൾക്കുകയാണ്. അവർക്കറിയാം ഇത് 100% അവർക്ക് ആവശ്യമാണെന്ന് അവർക്ക് ബോധ്യം വന്നിട്ടുണ്ട്. എന്നിട്ട് പറയുക ചേട്ടാ ഇതിൽ വൈറ്റമിൻ എ ഉണ്ട്. വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ആരോഗ്യം. ഇപ്പൊ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും കണ്ണട വെച്ചല്ലേ, ചെറുപ്രായത്തിൽ കണ്ണട വെച്ച പിന്നെ അവരുടെ ജീവിതം പോക്കല്ലേ ചേട്ടാ. ശരീരത്തിൽ ഏറ്റവും നല്ല അവയവം കണ്ണടയല്ലേ. കണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ വൈറ്റമിൻ എ ഉണ്ട്, ക്യാരറ്റിൽ വൈറ്റമിൻ എ ഉണ്ട്. പക്ഷെ ക്യാരറ്റിലെ വൈറ്റമിൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ എ പോയി, ചൂടാക്കിയാൽ ആ എ പോയി. അപ്പൊ ക്യാരറ്റിൽ നിന്നുള്ള വൈറ്റമിൻ എ നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ ക്യാരറ്റ് ഉള്ളതിനേക്കാളും 3 ഇരട്ടി വൈറ്റമിൻ എ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന് കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, ത്വക്കിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്. ഒരു സ്കിൻ ഡിസീസ് ഉണ്ടാവില്ല, പട്ടുപോലെ മൃദുലമായിരിക്കും. ഈ സമയത്താണ് ത്വക്കിന്റെ ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ വരേണ്ടത്. അപ്പൊ വൈറ്റമിൻ എ സുലഭമായിട്ട് വൈറ്റമിൻ എ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. പിന്നെ ഇതില് വൈറ്റമിൻ എ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള നീർക്കെട്ടുകൾ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ ഒമേഗ 3, ഒമേഗ 6, ഒമേഗ 7, ഒമേഗ 9 ഫാറ്റി ആസിഡുകൾ ഉണ്ട്. ഒമേഗ 3 നമ്മളെ തലച്ചോറിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, കരളിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, ജോയിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്. അത് ഒമേഗ 6, ഒമേഗ 7, ഒമേഗ 9, ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. ഇത് വിദ്യാർത്ഥികൾ ഉള്ള വീടുകളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രാധാന്യം കൊടുക്കാൻ തയ്യാറായി. കാരണം വിദ്യാർത്ഥികൾക്ക് വളരെ അത്യാവശ്യമാണ്. SSLC പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ കേരള സിലബസിൽ 6 ലക്ഷം കുട്ടികളുണ്ട്. പിന്നെ ഒരു 12 ലക്ഷം കുട്ടികൾ മൊത്തം SSLC പഠിക്കുന്നുണ്ട്. പറഞ്ഞാല് ഈ 12 ലക്ഷം വലിയൊരു സാധ്യതയാണ്. 7ാം ക്ലാസ് പഠിക്കാനുള്ള കുട്ടികൾക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് വളരെ അത്യാവശ്യമാണ്. 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, +1, +2 പറഞ്ഞാല് 50 ലക്ഷം വിദ്യാർത്ഥികൾക്ക് മേലെയുണ്ട്. ഇതൊരു വലിയ ഒരു ബിസിനസ് അവസരമാണ്. വിദ്യാർത്ഥികൾ കേൾക്കാൻ നിങ്ങളൊന്ന് ക്യാൻവാസ് ചെയ്താൽ കുടുംബനാഥം പറയും അടുത്ത മാസം ശമ്പളം കിട്ടിയിട്ട് ഞാൻ മേടിച്ചോളാം എന്ന് പറയും. അപ്പൊ നമ്മൾ ഇന്ന് 12 ആയിട്ടുള്ളു, നമ്മൾ 18 ദിവസം കൊണ്ട് കാത്തിരിക്കണം, 10-20 ദിവസം കൊണ്ട് കാത്തിരിക്കണം, എങ്കിൽ മാത്രമേ വിൽപ്പന നടക്കുള്ളൂ. ശരി ചേട്ടൻ മതി. പക്ഷെ ഇവന് ഇപ്പോഴേ കൊടുക്കുന്നത് നല്ല SSLC എടുത്തിരിക്കുന്നേട്ട അടുത്ത മാസം കൊടുക്കാന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രയോജനം കിട്ടൂല. ഇവര് ഇപ്പൊ തന്നെ കൊടുക്കുകയാണ് വളരെ നല്ലത്. ശരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോന്നോ. എന്നിട്ട് നിങ്ങൾ വിസിറ്റിംഗ് കാർഡ് അവിടെ കൊടുക്കണം. എല്ലാവരും ഒരു വിസിറ്റിംഗ് കാർഡ് അടിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്തിട്ട് വേണം പോരാനായിട്ട്. ഫോൺ നമ്പർ സേവ് ചെയ്തിട്ട് വേണം പോരാനായിട്ട്. അടുത്ത ദിവസം 24 മണിക്കൂറിൽ നിങ്ങൾക്ക് വിളി വന്നിരിക്കും. ആ പറഞ്ഞ എന്തിട്ടാണ് അത് എത്ര വരുന്നത്? 3250 അല്ലേ? ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. ഈ നമ്പറിൽ ഗൂഗിൾ പേ ഉണ്ടല്ലോ. എനിക്ക് ഇന്ന് തന്നെ എത്തിക്കോട്ടെ, ഇന്ന് തന്നെ എനിക്ക് വേണം. കാരണം അറിയാമോ, നിങ്ങൾ പോകുന്നതിന് ശേഷം ആ കുടുംബനാഥന്റെ ആ മകൻ അല്ലെങ്കിൽ മകള് എനിക്കിത് മേടിച്ചു തരാം, തരാൻ നിർത്തില്ല, അല്ലെങ്കിൽ ഞാൻ നാളെ പഠിക്കാൻ പോകില്ല, ഞാൻ ഇനി പഠിക്കണില്ല എന്ന് പറയുമ്പോൾ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? അവന് ബോധ്യപ്പെട്ട് ഇത് അവന് വേണമെന്നുള്ളത് മേടിച്ചിരിക്കും. അപ്പൊ നമ്മൾ ഇല്ലേ. ഇനി ഇതിന്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, പറയാൻ വേണ്ടിയിട്ടല്ല. ഇതിന് എന്തെല്ലാം രോഗങ്ങൾക്ക് ഇതൊരു പ്രതിവിധിയാണ്. 41 രോഗങ്ങൾക്ക് ഇതൊരു പ്രതിവിധിയാണ്. ക്യാൻസർ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, വെരിക്കോസ് വെയിൻ, പൈൽസ്, അർഷസ്, തൈറോയ്ഡ്, കൊളസ്ട്രോള്, ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, സ്റ്റോൺ, സോറിയാസിസ്, അലർജി, നെഞ്ചരിച്ചല്, ഫാറ്റി ലിവർ, ദഹന പ്രശ്നങ്ങൾ, ആസ്മ, വന്ധ്യത, രക്തക്കുറവ്, മുലപ്പാൽ കുറവ്, ലൈംഗിക പ്രശ്നങ്ങൾ, യൂറിക് ആസിഡ്, ഇമ്മ്യൂണിറ്റി പവർ കുറവ്, ബ്ലഡ് പ്രഷർ, മലബന്ധം, അൾസർ, പിത്താശക്കല്ല്, മൈഗ്രെയിൻ, തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നുണ്ട്, ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നുണ്ട്, ലിവർ, കിഡ്നി, ആമാശയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നുണ്ട്. അറിയാവുന്ന കാര്യങ്ങൾ പറയുക, എല്ലാ കാര്യങ്ങളും പറയണ്ട. ഒരു നോട്ട്സ് നോക്കരുത്. നോട്ട്സ് നോക്കിയാൽ ആ സംസാരത്തിന് ഒഴുക്കുണ്ടാവില്ല. ഇതൊന്നും എല്ലാം പറയേണ്ട കാര്യങ്ങളില്ല. പോയില്ലേ. ചില ആളുകൾ പറയുന്നുണ്ട് സാറേ അവർക്ക് മാഗ്നറ്റിക് പ്രൊഡക്റ്റ് മാത്രം മതി, അൾട്രാബറി വേണ്ടെന്നാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യും?
അത് ഞാൻ എടുത്ത് വെക്കേണ്ടത് ചെയ്യാല്ലേ. കാരണം എന്താണ്, മാഗ്നറ്റ് പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനോഹരമായിട്ട് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ അറിയാം. എന്നാൽ അതിനേക്കാൾ അത്യാവശ്യമായ അൾട്രാവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാൻ അറിയാൻ പാടില്ല. ഒരു ഉൽപ്പന്നം വിറ്റഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ പ്രയോജനങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. ആ ഉൽപ്പന്നത്തിന്റെ പ്രയോജനങ്ങൾ, ഉൽപ്പന്നമല്ല നമ്മൾ വിൽക്കുന്നത്, ആ ഉൽപ്പന്നം ഉപയോഗിച്ചാല് അവർക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ബിസിനസ് കിട്ടുന്നുള്ളൂ. ബിസിനസ് ഫീൽഡിലുണ്ട്, ബിസിനസ് കമ്പനിക്ക് കിട്ടുന്നുണ്ട്. ഈ പ്രയോജനങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന ആളുകൾക്ക് മാത്രമേ ബിസിനസ് കിട്ടുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് ഉരുവിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുക. ആൾക്കാർ 100, എന്റെ സാധ്യത വളരെ വലുതാണ്. 50 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഈ ഉൽപ്പന്നം വളരെ അത്യാവശ്യമാണ്. ഈ 50 ലക്ഷം വിദ്യാർത്ഥികൾ നമ്മൾ ഒറ്റ ഇന്നോ നാളെയായിട്ട് തീർത്ത് കളഞ്ഞാൽ തീർന്നു പോകും. കുറെ ആൾക്കാർ നോ പറയുമ്പോ കുറെ ആൾക്കാർ പ്രവർത്തനത്തിന് മാന്ദ്യം സംഭവിക്കും. എന്നാൽ മാത്രമേ ഈ ബിസിനസ് മുന്നോട്ട് പോവുള്ളൂ. ഇതിന് തരം മിടുക്കന്മാരും മിടുക്കികളും എത്ര നോ കേൾക്കാൻ തയ്യാറായിട്ടും പബ്ലിക്കിനിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ ബയോടൂറിസത്തിന്റെ വലിയ സാമ്രാജ്യം. നോയിൽ കവർന്നു പോകാത്ത ആളുകൾക്കാണ്, കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയും പ്രയോജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിവുള്ളവർക്കാണ് ഈ ബയോടൂറിസത്തിന്റെ സാമ്രാജ്യത്തിന്റെ അധിപന്മാരാകാൻ സാധിക്കും. ഇവിടെ വിദ്യാഭ്യാസവും വേണ്ട, പേഴ്സണാലിറ്റിയും വേണ്ട, വലിയ ഉന്നത കുലത്തിൽ ജനിക്കുകയും വേണ്ട, ഒരു കഴിവും വേണ്ട. ഉൽപ്പന്നങ്ങളുടെ പ്രയോജനങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ആർക്കൊക്കെ കഴിവുണ്ടോ അവർക്ക് ഉള്ളതാണ് ഈ സാമ്രാജ്യങ്ങൾ. അടുത്തത് മോർ പവറിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഇന്നിപ്പോ ഞാൻ വൈകുന്നേരം നമ്മളെ വൺഡേ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോരും. കാരണം 7 മണിക്ക് എനിക്ക് ഒരു 2.5 മണിക്കൂറിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അതൊരു ടീമിന് വേണ്ടി മാത്രമേ ഉള്ളൂ. ഒരു ടീം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ പ്രൊഡക്റ്റ് ട്രെയിനിങ് അവർക്ക് നന്നായിട്ട് വേണം, ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് എഴുതിയെടുക്കാനുള്ള ഒരു സാവകാശം വേണം, ഓരോ കാര്യങ്ങളൊന്നും വിശദീകരിച്ച് കൊടുക്കണം. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് വേണമെന്ന് എന്റെ ഒരു ടീം മാത്രം ആവശ്യപ്പെട്ടപ്പോൾ ആ ടീമിന് വേണ്ടി മാത്രം ഞാൻ ഒരു 2.5 മണിക്കൂർ വരുന്ന സൂമിൽ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് ഉണ്ട്. കാരണം പ്രൊഡക്റ്റ് ട്രെയിനിങ് നമുക്ക് ബിസിനസ് നടക്കൂല. അപ്പൊ ആ ഒരു ടീം എന്നോട് തയ്യാറായിട്ടുണ്ട്. മെമ്പേഴ്സ് ഞാൻ ട്രെയിനിങ് എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഓക്കെ, അടുത്തത് മോർ പവറിനെ സംബന്ധിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ: ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച പ്രൊഡക്റ്റ് ആണ്, പാറ്റന്റ് പ്രൊഡക്റ്റ് ആണ്, ക്ലിനിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതാണ്, ക്ലിനിക്കൽ പ്രൂവ്ഡ് ആണ്, കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല, നാച്ചുറൽ ആണ്, NABL ലാബറട്ടറി ടെസ്റ്റ് കഴിഞ്ഞതാണ്, പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ്, 19 വർഷത്തെ റിസർച്ചിന് ശേഷം നിർമ്മിച്ച പ്രൊഡക്റ്റ് ആണ്, 100% നിയമാനുസൃതമാണ്, ആഗോള അംഗീകാരം കിട്ടിയ പ്രൊഡക്റ്റ് ആണ്, നിങ്ങളുടെ ഫാമിലിക്ക് 100% സുരക്ഷിതമാണ്, ശരീരത്തിൽ അധികമുള്ളതിനെ കുറക്കാനും കുറവുള്ളതിനെ പരിഹരിക്കാനും സാധിക്കുന്ന ഉൽപ്പന്നമാണ്. 40-ൽ പരം അപൂർവമായ ഔഷധ സസ്യങ്ങളുടെ എക്സ്ട്രാക്ട് എടുത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള 40-ൽ പരം ഔഷധ സസ്യങ്ങളുടെ സ്റ്റെം സെല്ല് എക്സ്ട്രാക്ട് എടുത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ആയുർവേദ, യുനാനി, സിദ്ധ, ഹെർബൽ ചേരുവകൾ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തതാണ്. അതാണ് അതിന്റെ പ്രത്യേകത. 3 വൈദ്യശാസ്ത്രം എന്തൊക്കെയാണ്? ആയുർവേദ, സിദ്ധ, യുനാനി. ആ വൈദ്യശാസ്ത്രങ്ങൾ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്താണ്. 11 വ്യവസ്ഥകളെ സംരക്ഷിക്കുന്നത്. ഇതിന് മറ്റൊരു വ്യത്യസ്തമായ ഗുണമാണ്, നമ്മുടെ ശരീരത്തിൽ 37.4 ലക്ഷം കോടി കോശങ്ങളുണ്ട്. ഈ കോശങ്ങൾ കൂടിച്ചേർന്ന ടിഷ്യൂസ് ഉണ്ട്, ടിഷ്യൂസ് കൂടിച്ചേർന്ന ഓർഗൻ പാർട്സ് ഉണ്ട്, ഓർഗൻ പാർട്സ് കൂടിച്ചേർന്ന വ്യവസ്ഥകളുണ്ട്. അങ്ങനെ 11 വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളെ സംരക്ഷിക്കാനായിട്ട്, പരിപൂർണമായിട്ട് സംരക്ഷിക്കാനായിട്ട് നമ്മളുടെ മോർ പവറിന് സാധിക്കുന്നുണ്ട്. അതാണ് മോർ പവറിന്റെ ഏറ്റവും വലിയ ഗുണം. എന്തൊക്കെയാണ്? ബ്ലഡ് സർക്കുലേഷൻ, ദഹന വ്യവസ്ഥ, ബാഹ്യഗ്രന്ഥി വ്യവസ്ഥ, പ്രതിരോധ വ്യവസ്ഥ, പേശി വ്യവസ്ഥ, അസ്ഥികുട വ്യവസ്ഥ, നാഡീവ്യൂഹ വ്യവസ്ഥ, മൂത്രാശയ വ്യവസ്ഥ, പുനരുത്പാദന വ്യവസ്ഥ, ശ്വാസകോശ വ്യവസ്ഥ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ ബയോടൂറിസത്തിന്റെ അധിപന്മാരാകാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു വർഷം 161 കോടി രൂപ വരുമാനം നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് ഒന്ന് ഉരുവിട്ട് പഠിക്കണോട്ടാ. ഇവിടെ നമ്മൾ പഠിക്കുന്നത് പരീക്ഷ എഴുതി പാസ്സാകാനല്ല. ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചത് പരീക്ഷ എഴുതി പാസ്സാകാനാണ്. ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് സമ്പന്നാകാൻ വേണ്ടിയിട്ടാണ്. പ്രയോജനങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. വളരെ ലളിതമായിട്ട് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിൽ ഇതിന്റെ പ്രയോജനങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ കാര്യങ്ങള് ഒന്ന് മനഃപ്പാടമാക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ ബയോടൂറിസത്തിന്റെ സാമ്രാജ്യത്തിന്റെ അധിപന്മാരാകാൻ സാധിക്കുള്ളൂ. ലൈവ് മീറ്റിംഗ് വെക്കാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പ്രൊഡക്റ്റ് ട്രെയിനിങ് 2.5 മണിക്കൂർ. ഇതിന്റെ ആവശ്യകത ബോധ്യപ്പെടുന്ന മെമ്പേഴ്സിനെ ട്രെയിനിങ് തരാൻ ഞാൻ തയ്യാറാണ്.
സഹകരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ മതി. ഓക്കെ. അപ്പൊ ഈ 11 വ്യവസ്ഥകൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, കാണാതെ പഠിച്ചിരിക്കണം, പബ്ലിക്കിനോട് പറഞ്ഞിരിക്കണം. ഇത്തരം വ്യവസ്ഥകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ആ വ്യവസ്ഥകളാ നമ്മൾ പറയുക. ഇതിൽ ഒരു വ്യവസ്ഥയുടെ കാര്യം മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഇതിൽ ഏറ്റവും നല്ല വ്യവസ്ഥ ഞാൻ മനസ്സിലാക്കിയത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് ചേട്ടാ. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. ആ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മളെ മാതാപിതാക്കളെ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ലേ നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ സാധിച്ചത്. ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി എന്ന് നമ്മൾ പാടാറില്ലേ? വയലാർ എഴുതി യേശുദാസ് പാടിയ പാട്ടം മലയാളികളുടെ നൊസ്റ്റാൾജിയാണ്. എനിക്ക് പഠനം അറിയാൻ പാടില്ല. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. അത് വെറുതെ കവിഭാവന മാത്രമാണ്. മരിച്ചുപോയവരാരും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടില്ല. ഇവിടെ നമുക്ക് മനോഹരമായ ഒരു ജന്മം കിട്ടിയിട്ടുണ്ട്. ആ ജന്മം നമുക്ക് ആസ്വദിക്കണം. നമ്മളെ 11 വ്യവസ്ഥയിൽ ഏറ്റവും നല്ല സിസ്റ്റം റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് ചേട്ടാ. ആ സിസ്റ്റത്തിനെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്താനായിട്ട് മോർ പവർ സാധിക്കുന്നുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം ചേട്ടാ. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഈ 41 അപൂർവമായ ഔഷധ സസ്യങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറയുന്നുണ്ടല്ല. അതിൽ ചില സസ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഞാൻ പറയാം. ഇതിൽ ജിൻസിങ്, അത് ചൈനയിലും കൊറിയയിലുള്ള അപൂർവമായ ഒരു ഔഷധ സസ്യമാണ്. അതിൽ എക്സ്ട്രാക്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ഏറ്റവും മികച്ച 41 അപൂർവമായ ഔഷധ ചേരുവകളുടെ എക്സ്ട്രാക്ട് എടുത്തിട്ടുള്ളത്. അതിലൊന്ന് ജിൻസിങ്. ജിൻസിങ്ങിന്റെ ഒരു പ്രത്യേകത പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ഉദ്ധാരണ കുറവിനെ പരിഹരിക്കുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ് ഇപ്പൊ അത്. കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ 1 കോടിയോളം ഷുഗർ രോഗികളാണുള്ളത്. ഈ ഷുഗർ രോഗികളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. എന്ന് പറഞ്ഞാല് ഞാനിപ്പോ പല മീറ്റിങ്ങിലും പറയുന്നത് അത് ഒരു അപാകതയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് പരമമായ സത്യമാണ്. ഒരു സൈഡിൽ കത്ത് പിടിക്കും, ഒരു സൈഡിൽ തണുത്തിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഷുഗറാണ് പ്രശ്നം. അപ്പൊ ആ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിന് ഇല്ലാതാക്കാനായിട്ട് മോർ പവറിന് സാധിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ ജിൻസിങ്ങിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഉദ്ധാരണ കുറവിനെ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് അശ്വഗന്ധയാണ്. നമ്മൾ അമിക്കരം എന്നൊക്കെ പറയും. പണ്ട് അമിക്കരം നമ്മൾ കാരണന്മാരൊക്കെ കഴിച്ചിരുന്നതാണ്. അമിക്കരത്തിൽ വേര് മേടിക്കും, അത് പാലിലിട്ട് പുഴുങ്ങി വറ്റിക്കും. അപ്പൊ ആ നെയ്യൊക്കെ അതുമ്പോൾ പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് വെയിലത്തിട്ട് ഉണങ്ങും, എന്നിട്ട് ഉരലിട്ട് ചതക്കും. അത് ചതഞ്ഞ് തന്നെ നടക്കുള്ളൂ, പൊടിയാവൂല. എത്ര ദിവസം ചതക്കണമെന്ന് അറിയാമോ? എന്നിട്ട് അരിപ്പുകൊണ്ട് അരിച്ചത് പൊടിയാക്കി പാലിൽ ചേർത്ത് കഴിക്കുമായിരുന്നു പഴയ കാരണന്മാരൊക്കെ. അത് യുവാക്കൾക്കും കൊടുക്കുമായിരുന്നു. വിവാഹം കഴിക്കുന്ന യുവാക്കൾക്കും കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചത്. നമ്മളൊക്കെ ആരോഗ്യമുള്ളതായിട്ട് മാറിയതിന്റെ കാരണം അതാണ്. ഇന്നൊക്കെ അതൊക്കെ അന്യം നിന്ന് പോയി. അപ്പൊ അശ്വഗന്ധ ലൈംഗിക ശക്തിയെ വർദ്ധിപ്പിക്കാനുള്ള അപാരമായ ഒരു കഴിവുണ്ട്. അകർക്കാര കാമതാല്പര്യമുണ്ട്. കാമദേവനാണത്. കാമതാല്പര്യം ഉണ്ടാക്കുന്നുണ്ട്. ബ്രഹ്മൻ സഫേദ് അത് കാമതൃഷ്ണ ഉണ്ടാക്കുന്നുണ്ട്. കുഞ്ചുബീജ എന്ന് പറയുന്ന നായ്ക്കരണ പുരുഷന്മാരിലും സ്ത്രീകളിലും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട്. സ്പേം കൗണ്ട് കൂട്ടുന്നുണ്ട്. ഉദ്ധാരണ കുറവ് പരിഹരിക്കുന്നുണ്ട്. നാഡീവ്യവസ്ഥയെ സഹായിക്കുന്നുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസിന്റെ പ്രത്യേകത പുരുഷന്റെ പൗരുഷം വീണ്ടെടുക്കുന്ന ഹോർമോൺസ് ആണ്. ആ ഹോർമോൺസിനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊന്നാണ് സഫേദ് മുസ്ലി. സഫേദ് മുസ്ലിയുടെ പ്രത്യേകത ലൈംഗിക ബലവും ശരീര ബലവും ഉണ്ടാക്കുന്നുണ്ട്. പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ പ്രധാന മരുന്നാണ്. പ്രമേഹ രോഗികളിൽ ലൈംഗിക ബലഹീനത ഇല്ലാതാക്കുന്നുണ്ട്. കേരളത്തിൽ 1 കോടിയോളം പ്രമേഹ രോഗികളുണ്ട്. ഉദ്ധാരണ കുറവിന് പരിഹരിക്കുന്നുണ്ട്. ഇത് കിലോക്ക് 10,000 വിലയുള്ള അപൂർവമായ ഒരു ഔഷധമാണ്. ഈ സഫേദ് മുസ്ലിം നിന്നാണ് മുസ്ലിം പവർ എക്സ്ട്രാ ഉണ്ടാക്കിയത്. ആ മുസ്ലിം പവർ എക്സ്ട്രാ ഉണ്ടാക്കിയ നമ്മളുടെ എറണാകുളത്തുള്ള വൈറസ് ഹമീദ് കോടീശ്വരനായിട്ട് മാറി. ഇത് കൂടാണ്ട് സ്വർണഭസ്മം, രജിത ഭസ്മം, അല്ലെ, തങ്കഭസ്മം, രജിത ഭസ്മം. തങ്കഭസ്മം ഉണ്ടാക്കുന്നത് തങ്കത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത്. തങ്കത്തിന്റെ വില എന്താ? 0.2 ഗ്രാം സ്വർണ്ണം മനുഷ്യ ശരീരത്തിൽ ആവശ്യമുണ്ട്. ഏതാഹാരത്തിൽ നിന്നാണ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് മോർ പവറിൽ തങ്കഭസ്മം ഉള്ളത്. തങ്കഭസ്മം സ്വർണ്ണഭസ്മം ഒന്ന് തന്നെയാണ്. പിന്നെ രജിത ഭസ്മം ഉണ്ട്. രജിത ഭസ്മം വെള്ളിയിൽ നിന്ന് തയ്യാറാക്കുകയാണ്. അത് വളരെ വില പിടിപ്പുള്ള ഒന്നാണ്. ഇതിന്റെ അത് വില വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ റേറ്റ് നമുക്കിത് കിട്ടുന്നുണ്ട്. 2 ഗ്രാം മാത്രം കഴിച്ചാൽ മതി. നമ്മളെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ഇത് അമൂല്യമുള്ളതാക്കി മാറ്റുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു സിസ്റ്റമാണ്. അതോടൊപ്പം തന്നെ 11 വ്യവസ്ഥകളെയും ക്രമീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കേരളത്തിന്റെ ഇതിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. 1 കോടി ഷുഗർ രോഗികളുണ്ട്. നിങ്ങൾ ഇതിന്റെ സാധ്യത മനസ്സിലാക്കുക. സാധ്യത വളരെ വലുതാണ്. പ്രയോജനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് നല്ല ബിസിനസ് കിട്ടും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ. അടുത്തത് ഗീർ പശുവിന്റെ നെയ്യ്. ഞാൻ എത്രണ്ണം പറഞ്ഞു? 3 പറഞ്ഞില്ലേ? 4ാമത്തോട് പറയുന്നു. 1 മണിക്കൂർ സമയം. ഇത് പഠിപ്പിക്കണമെന്നെങ്കിൽ 2.5 മണിക്കൂർ വേണ്ടി വരും.
ഇത് വീണ്ടും വീണ്ടും പറഞ്ഞാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതന്നെ പറഞ്ഞത് എനിക്ക് തോന്നണത്. ഗീർ പശുവിന്റെ നെയ്യ്, ഇതിന്റെയൊക്കെ വീഡിയോ ഇപ്പൊ തന്നെ വരും. നിങ്ങളുടെ ഒഴിവ് സമയം നോക്കി നിങ്ങളൊന്ന് പഠിക്കുക ഈ കാര്യങ്ങൾ. അങ്ങനെ ഒന്ന് എക്സ്പെർട്ടാണ്. ഒരു വീട്ടിൽ ചെന്നിട്ട് മാഗ്നറ്റ് പ്രോഡക്റ്റ് പറഞ്ഞു, അയ്യോ അവരത് എടുത്തുപോയി. ഞാൻ എടുത്തുപോയല്ലോ, കുറച്ച് നേരത്തെ വരാനില്ലേ ചേട്ടാ. ഇത് കണ്ട മോർ പവർ ഉണ്ട്, വളരെ അത്യാവശ്യമായ ഒരു സാധനമാണ്. വിദ്യാർത്ഥികൾക്ക് അൾട്രാബറി ഉണ്ട്, ഇത് വളരെ അത്യാവശ്യമായ സാധനമാണ്. ചേട്ടാ ഗീർ പശുവിന്റെ നെയ്യുണ്ട്. പിന്നെ അവിടെ ഒരു വിൽപ്പന നടന്നില്ലേ, അവിടെ തിരിച്ചു വരേണ്ട എല്ലാവരും ഉണ്ട്. അപ്പൊ 100% ബിസിനസ് നമുക്ക് എടുക്കാൻ പറ്റും. കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ നിന്നും ബിസിനസ് എടുക്കാൻ നമുക്ക് സാധിക്കും. അത്രയും മനോഹരമായ ഉൽപ്പന്നങ്ങളാണ് ഈ പറയുന്ന 4 ഉൽപ്പന്നങ്ങൾ. ഗീർ പശുവിന്റെ നെയ്യ് അത് രുചിയുടെ പര്യായമാണ്. എന്താ രുചി എന്ന് അറിയാമോ? ഇതണ്ട ഗ്രീൻ ടീയിൽ ഗീർ പശുവിന്റെ നെയ്യ് ഞാൻ കുടിച്ചോണ്ടിരിക്കുകയാണ്. ആസ്വദിച്ച് കുടിക്കണ്ട കേട്ടാ. അറിയാതെ ചുണ്ടല് നാക്കൊന്നും വീണണ്ട. അത്രയും രുചിയാണ്, അത്രയും നല്ല മണമാണ്. ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ അപ്പൊ തന്നെ അറിയാമെന്ന് പറയും. ഇതിൽ വൈറ്റമിൻ എ ഉണ്ട്. വൈറ്റമിൻ എയുടെ ഗുണം ഓയിലിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ ഉണ്ട്. ഈ ഓയിലിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എയുടെ ഒരു പ്രത്യേകത, എങ്ങനെയൊക്കെ പ്രോസസ് ചെയ്താലും നഷ്ടപ്പെട്ടു പോകില്ല. അതിന് കൂടുതൽ ഗുണമേന്മയുള്ള വൈറ്റമിൻ എ ആണ്. അത് കണ്ണിനും മുടിക്കും സ്കിന്നിനും ആരോഗ്യം ഉണ്ടാക്കുന്നുണ്ട്. വൈറ്റമിൻ ഇ ഉണ്ട്, കരളിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, ക്യാൻസർ വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഗീർ പശുവിന്റെ നെയ്യ് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ക്യാൻസർ ഒരു കാരണവശാലും വരില്ല. വൈറ്റമിൻ കെ ഉണ്ട്, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നുണ്ട്. ഇതിൽ ഫാറ്റി ആസിഡുകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. omega-3, omega-6, omega-9 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ജോയിന്റ്സിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, നീർക്കെട്ടുകൾ ഇല്ലാതാക്കുന്നുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി പ്രൊഡക്റ്റ് ആണിത്. നീർക്കെട്ടുകൾ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്, കുടലിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്നുണ്ട്, മലബന്ധം ഒഴിവാക്കുന്നുണ്ട്. 1,00,000 കിലോമീറ്റർ നീളം വരുന്ന നമ്മളുടെ രക്തക്കുഴലുകളുടെ എലാസ്റ്റികത വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് കാരണം ഒരു കാരണവശാലും സ്ട്രോക്കും വരില്ല, അറ്റാക്കും വരില്ല. മലബന്ധം ഇല്ലാതാക്കുന്നുണ്ട്, വണ്ണം കൂട്ടാനും കുറക്കാനും സഹായിക്കുന്നുണ്ട്. ഇത് തനിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രീൻ ടീയിൽ മധുരമില്ലാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മധുരമില്ലാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തനിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിന്റെ ഭാരം കുറയുന്നുണ്ട്, അമിതമായ കൊഴുപ്പിനെ കത്തിച്ചളയുന്നുണ്ട്. മധുരം ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നെയ്യ് കഞ്ഞിയോടൊപ്പമോ അല്ലെങ്കിൽ കട്ടൻ ചായ മധുരമുള്ള ചായയോടൊപ്പമോ അല്ലെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ അളവിൽ പകുതി തേൻ ഉപയോഗിച്ചോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരം തടിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഉൽപ്പന്നത്തിന് തന്നെ 2 ഗുണമുണ്ട്. ചില വീടുകളിലെ പെൺകുട്ടികൾ വളരെ മെലിഞ്ഞതായിരിക്കും, അതുകൊണ്ട് അവർക്ക് വിവാഹാലോചനയൊന്നും ഉറക്കുന്നുണ്ടാവില്ല. കുറെ ഗീർ പശുവിന്റെ നെയ്യ് കഞ്ഞിയിലിട്ട് കഴിച്ചാൽ മതി, മധുരം ചേർത്ത് കഴിച്ചാൽ മതി, തേൻ ചേർത്ത് കഴിച്ചാൽ മതി, അളവിൽ പകുതി തേൻ ചേർത്ത് കഴിച്ചാൽ മതി. ഈ കുട്ടിക്ക് ഒരു 41 ദിവസം കഴിയുമ്പോൾ നല്ല തടി ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല അഴകുണ്ടാവും എന്ന് പറഞ്ഞാൽ അവർ മേടിക്കാൻ തയ്യാറാവും. ചില വീടുകളിലെ പെൺകുട്ടികൾക്ക് നല്ല തടി ഉണ്ടാവും, അതുകൊണ്ട് വിവാഹക്കാരൊന്നും നടക്കുന്നില്ല. രാവിലെ ഉണർന്നിരിക്കുമ്പോൾ 1 സ്പൂൺ നെയ്യ് കഴിക്കാൻ പറയുക. ഈ ഗീർ പശുവിന്റെ നെയ്യുടെ പ്രത്യേകത, ഇന്ത്യയിലുള്ള എല്ലാ സിനിമ നടിമാരും രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ 5 ഗ്രാം ഗീർ പശുവിന്റെ നെയ്യ് വെറും വയറ്റിൽ കഴിക്കുന്നു. കാരണം അവരുടെ അഴകിന്റെ ആരോഗ്യം അതാണ്. പിന്നെ ഈ ഉൽപ്പന്നം എന്ത് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടാ? അപ്പൊ ആ ഗീർ പശുവിന്റെ നെയ്യുടെ കാര്യം പറയാം. omega-3, omega-6, omega-9 ഫാറ്റി ആസിഡ് ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ വൈറ്റമിൻ ബി ഉണ്ട്. ഈ വൈറ്റമിൻ ബി കുറഞ്ഞാൽ വിശപ്പില്ലായ്മയായിരിക്കും, വയറ് സ്തംഭിച്ചിരിക്കും, ക്ഷീണം ഉണ്ടാവും, മലബന്ധം ഉണ്ടാവും, മസിൽ വീക്കായിരിക്കും, ചുണ്ടിന്റെ സൈഡിൽ പൊട്ടലും കീറലും ഉണ്ടാവും, വരണ്ട ചർമ്മം ഇരിക്കും, കാലിന്റെ ഉപ്പുറ്റി ഇങ്ങനെ വിണ്ടുകീറിയിരിക്കും, വായ്പുണ്ണുണ്ടാവും, വിഷാദമായിരിക്കും, ഒരു സ്മാർട്ട്നെസ് ഉണ്ടാവില്ല, വിഷാദം അലസത ഉണ്ടാവും. അപ്പൊ ആ വൈറ്റമിൻ ബി ഉള്ളതുകൊണ്ട് ആ അസുഖങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല പാലുൽപ്പന്നമാണ് ഗീർ പശുവിന്റെ പാലുൽപ്പന്നങ്ങൾ. അതിൽ ഏറ്റവും പാരമ്പര്യ രീതിയിൽ നിർമ്മിക്കുന്ന ഗീർ പശുവിന്റെ പാലുൽപ്പന്നത്തിന്റെ നെയ്യാണ്. ഈ 4 ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ഒന്ന് മനസ്സിലാക്കാനും ഒന്ന് പഠിക്കാനും നിങ്ങളൊന്ന് തയ്യാറാകണമെങ്കിൽ അതിന്റെ പ്രയോജനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. നമ്മളൊരു പബ്ലിക്കിനടുത്ത് ചെല്ലുമ്പോൾ നമ്മളൊരു ഉൽപ്പന്നം വിൽക്കുന്നില്ല, നമ്മൾ ചിലപ്പോൾ കാണിച്ചു കൊടുക്കുന്നുണ്ടാവും. നമ്മുടെ കയ്യിൽ ഉൽപ്പന്നം വിൽക്കാനില്ല, അത് കമ്പനി നേരിട്ട് കൊടുക്കുകയാണ്, ആ ജോലി കമ്പനി ഏറ്റെടുക്കുകയാണ്. ഈ ഉൽപ്പന്നങ്ങളുടെ പ്രയോജനങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ ഫീൽഡ് സ്റ്റാഫ് ചെയ്യുന്നത് എന്താണ്? ചേട്ടാ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, ഒരെണ്ണം മേടിച്ച് ഉപയോഗിച്ചോട്ടെ, അത്ര പറയാൻ അറിയാൻ പാടുള്ളൂ. എന്താണ് ഈ ബെസ്റ്റ് എന്ന് പറയണ്ടേ? അങ്ങനെ പറഞ്ഞ പോരാ. ബെസ്റ്റ് എന്ന് പറഞ്ഞ പോരാ, എന്താണ് ബെസ്റ്റ് എന്ന് പറയണം. അവർക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ, നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾ ആരാണോ ആ ആൾക്കും ആ കുടുംബത്തിനും എന്തെല്ലാം പ്രയോജനമാണ്, എന്തിനാണ് മുന്നിൽ കൊടുക്കേണ്ടത്, അത് നമ്മൾ പറയാൻ തയ്യാറാകുക. അതിലൊരു ഷുഗർ രോഗിയാണ്, പറയുക മോർ പവറാണ് കഴിക്കേണ്ടത്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, അത് 100% ഗ്യാരണ്ടിയാണ്.
ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു ആവശ്യം, ആ വ്യക്തി കിട്ടുന്ന ഏറ്റവും വലിയ പ്രയോജനം നമ്മൾ അവിടെ പറഞ്ഞു ബോധ്യപ്പെടുത്തില്ലേ? സാധിച്ചില്ലേ? ഇനി ബ്ലഡ് സർക്കുലേഷൻ വേണം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളെ പേടിയുണ്ട്, അല്ലെങ്കിൽ ഒരു മണ്ണിലും കല്ലിലും മണ്ണിലും പുല്ലിലും ചെളിയിലും ചവിട്ടി നടക്കുന്നില്ല, അവർക്ക് മാഗ്നറ്റിക് എനർജി വേണം, ആ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഇപ്പൊ മാഗ്നറ്റിക് ഷൂ വന്നിട്ടുണ്ടല്ല. മനുഷ്യ ശരീരത്തിൽ 4446 മർമ്മങ്ങളാണ് നമ്മുടെ കാൽപാദത്തിലുള്ളത്. 4446 മർമ്മം. അതൊന്ന് പഠിച്ചിരിക്കണം. നമ്മൾ മണ്ണിലും പുല്ലിലും ചെളിയിലും ചവിട്ടി നടക്കുമ്പോൾ ആ മർമ്മങ്ങളിലൂടെയാണ് നമ്മളുടെ ശരീരം ചാർജ് ചെയ്യുന്നത്. അപ്പോഴാണ് ഊർജ്ജ ശരീരം സജീവമാവുന്നത്, ഭൗതിക ശരീരം സൗഖ്യത്തിലാകുന്നത്. ഇനി മണ്ണിലും പുല്ലിലും ചെളിയിലും ചവിട്ടി നടക്കുന്നുണ്ടാ, ചെരുപ്പ് ഉപയോഗിക്കുക. ചെരുപ്പാണ് ഉപയോഗിക്കേണ്ടത്. പ്രൊഫസർ വിവേകാനന്ദൻ പറഞ്ഞത് തെറ്റായി പോയി. ആ തെറ്റ് പ്രൊഫസർ വിവേകാനന്ദൻ പറഞ്ഞത് ശരി നമ്മളുടെ സാഗർ ജോഷി സാർ തെറ്റാക്കി മാറ്റി. ഈ ബയോട്ടോത്തിന്റെ ഷൂ ഉപയോഗിച്ചാൽ മതി. 4446 മർമ്മങ്ങളും സജീവമാകും. കാൽപാദത്തിൽ കൂടി നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ മാഗ്നറ്റിക് എനർജി കിട്ടും. നമ്മൾ പവർഫുൾ ആയിരിക്കുള്ളൂ നമ്മള്. അപ്പൊ ആ ഉൽപ്പന്നത്തിനെ സംബന്ധിച്ച് നമുക്ക് പറയാം. അങ്ങനെ പ്രയോജനങ്ങൾ ആരൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നോ അവർക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ഒരു സീനിയറും വേണ്ട. കാരണം നമ്മൾ പോകുന്നത് നമ്മളെ വ്യക്തിബന്ധങ്ങളിലാണ്. നമ്മൾ പോകുന്നത് നമ്മളെ അളിയനെ കാണാൻ വേണ്ടി, നമ്മളെ കൂടെ പഠിച്ച ഒരു സഹപാഠിനെ കാണാൻ വേണ്ടി, സഹപ്രവർത്തനെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ അളിയന്റെ അടുത്ത്, അല്ലെങ്കിൽ അമ്മാവന്റെ അടുത്ത്, അല്ലെങ്കിൽ ഇളയച്ചന്റെ അടുത്ത്, നമുക്ക് അറിയാവുന്ന ആളുകളുടെ അടുത്തല്ലേ പോകുന്നത്. അതിനെന്തിനാ ഒരുപാട് സീനിയേഴ്സിനെ കൊണ്ടുപോകുന്നത്? അവിടെ ചേർന്ന് പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ കൂടി അവസരം കിട്ടി ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങളുടെ മൊബൈൽ ഒരു നല്ല പവർ ടൂളാണ്. ആ ടൂളിൽ കൂടി എല്ലാ കാര്യങ്ങളും കണ്ടുകൊടുക്കാൻ പറ്റൂലേ? അപ്പൊ അവരറിയാതെ ഈ ആശയങ്ങൾ അവരുടെ മനസ്സിലേക്ക് കൊടുക്കാൻ പറ്റും. അവരെ അത്യാവശ്യക്കാരാക്കാൻ പറ്റും. ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇത് അത്യാവശ്യമാണ്, നിങ്ങൾ ഉപയോഗിക്കണമെന്ന് അവരെ ബോധ്യപ്പെടുത്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് പോന്നോ, പിറ്റേന്ന് ദിവസം നിങ്ങളുടെ മൊബൈലിലേക്ക് ഈ പൈസ ഗൂഗിൾ പേയുടെ വന്നിരിക്കും. ഇതാണ് ക്യാൻവാസിങ്, ഇതാണ് ബിസിനസ്, ഇതാണ് ബിസിനസ്. ഇത്ര നല്ലൊരു ബിസിനസ് ലോകത്ത് വേറെ എവിടെ ഉള്ളത്? അങ്ങനെ ഈ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഫറൽ ബോണസ് 13 PVക്ക് 525 രൂപ, 25 PVക്ക് 1010 രൂപ, 50 PVക്ക് 2020 രൂപ, 100 PVക്ക് 4040 രൂപ, 200 PVക്ക് 8050 രൂപ, 300 PVക്ക് 12120 രൂപ, 400 PVക്ക് 16160 രൂപ, 500 PVക്ക് 20200 രൂപ, 1000 PVക്ക് 40400 രൂപ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ലോകത്തിലെവിടെയുണ്ട്? ഒരാളെ നമ്മൾ നേരിട്ട് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള വരുമാനം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് റെഫറൽ ഇൻകം കിട്ടി, 6500 രൂപ നമുക്ക് വെൽക്കം ബോണസ് കിട്ടി. അത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഫാമിലി ബോണസ് ആണ്. വെൽക്കം ബോണസ് നമുക്ക് 6500 കിട്ടി. അത് കഴിഞ്ഞാൽ ഫാമിലി ബോണസ് 100 PV മാച്ച് ചെയ്യുമ്പോൾ 6820 രൂപ, 50 PV മാച്ച് ചെയ്യുമ്പോൾ 3510 രൂപ, 25 PV മാച്ച് ചെയ്യുമ്പോൾ 1705 രൂപ, 13 PV മാച്ച് ചെയ്യുമ്പോൾ 886 രൂപ. ഇനി അതിനോടൊപ്പം തന്നെ അവയർനെസ് ബോണസ് കിട്ടുന്നുണ്ട്. 1 PV മാച്ച് ചെയ്യുമ്പോൾ 880 പൈസ, 100 PV മാച്ച് ചെയ്യുമ്പോൾ 850 രൂപ, 1000 PV മാച്ച് ചെയ്യുമ്പോൾ 8800 രൂപ. ഒരു ദിവസം 2 സൈക്കിളിൽ വരുമാനം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 8800 രൂപ അവയർനെസ് ബോണസും 5940 രൂപ ഫാമിലി ബോണസ്, 14740 രൂപ ഒരു സൈക്ലിംഗിൽ വരുമാനം. ഒരു ദിവസത്തെ വരുമാനം 14740 × 2 29450. ഒരു ദിവസത്തെ വരുമാനം 29, ഒരു മാസത്തെ വരുമാനം 29450 × 30 8,84,400 രൂപ. ഒരു വർഷത്തെ വരുമാനം 8,84,400 × 12 1,06,12,800 രൂപ. പറഞ്ഞോ പിറ്റേ ദിവസം പ്രൊഡക്റ്റ് മേടിച്ചിരിക്കും. ഇതൊക്കെ പറയാനുള്ള കഴിവ് വേണം. ഇതൊക്കെയാണ് പറയേണ്ടത്. ചട്ടി പഴുത്തിരിക്കുമ്പോഴേ ദോശമാവ് ഒഴിക്കാൻ പറ്റുള്ളൂ, അപ്പോഴേ ദോശ ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ലിസ്റ്റ് വേണം, അപ്പോയിന്റ്മെന്റ് വേണം, കോണ്ടാക്ട് വേണം, ക്യാൻവാസിങ് വേണം. ആ ക്യാൻവാസിന്റെ ആദ്യ ഭാഗത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചട്ടി പഴുത്തുമ്പോ നിങ്ങൾ മാവ് ഒഴിച്ചോ, അത് ദോശയാണ്. ഇതുകൊണ്ട് റീപർച്ചേസിംഗ് ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. 0.25 PV വരുന്ന ഒരു ഉൽപ്പന്നം, 1100 രൂപക്ക് മേലെ വില വരുന്ന ഒരു ഉൽപ്പന്നം വാങ്ങിക്കുക, ഉപയോഗിക്കുക, നമ്മൾ വെറുതെ ഇരിക്കുക. നമ്മളെ ടീമിലുള്ള മെമ്പേഴ്സ് 1 PVയുടെ ബിസിനസ് മാച്ച് ചെയ്യുമ്പോൾ 630 രൂപ, 10 PV മാച്ച് ചെയ്യുമ്പോൾ 6300 രൂപ, 100 PV മാച്ച് ചെയ്യുമ്പോൾ 63000 രൂപ, 1000 PV മാച്ച് ചെയ്യുമ്പോൾ 6,30,000 രൂപ, 3500 PV ഒരു സൈക്ലിങ്ങിന് മാച്ച് ചെയ്യുമ്പോൾ 22,50,000 രൂപ. ഒരു ദിവസം കിട്ടുന്ന റീപർച്ചേസ് ഇൻകം 46,10,000 രൂപ. ഒരു വർഷം കിട്ടുന്ന റീപർച്ചേസ് ഇൻകം 160,96,50,000 രൂപ. കമ്പനി ഓൾ ഓവർ ഇന്ത്യയിൽ 5ാം സ്ഥാനത്ത് 13ാം സ്ഥാനത്ത് വന്ന കമ്പനിയാണ്. ഈ വർഷം കഴിയുമ്പോൾ ഓൾ ഓവർ ഇന്ത്യയിൽ 5ാം സ്ഥാനത്ത് വരുന്നുണ്ട്. 2030 ആകുമ്പോഴേക്കും കമ്പനി ടോപ്പ് 5 ലിസ്റ്റിൽ വരുന്നുണ്ട്. 2030 ആകുമ്പോഴേക്കും ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി
12 വിദേശ രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. 2030 എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്. എന്റെ ടീമിൽ 100 കോടീശ്വരന്മാരെ ഞാൻ സൃഷ്ടിച്ചിരിക്കും. ആ രീതിയിലുള്ള ട്രെയിനിങ് ആയിട്ട് മുന്നോട്ട് പോകണം. ആവശ്യക്കാരായ ആഗ്രഹമുള്ള 100 കോടീശ്വരന്മാരെ മിനിമം എന്റെ ടീമിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് 100 കോടീശ്വരന്മാരുടെ സീനിയർ ഞാനായിരിക്കും. ജയ് ബയോടെക്. ഒരു പുതിയ ആശയമായിട്ട്, പുതിയ സംവാദമായിട്ട് നമുക്ക് പെരുമ്പാവൂർ ഫാസിൽ കാണാം. അവിടെ ഞാൻ പറയാൻ പോകുന്ന വിഷയം ആരാണ് ഈശ്വരൻ, എന്താണ് ഭാഗ്യം, എന്താണ് വിധി, ഈ 3 വിഷയമായിരിക്കും ഞാൻ അവിടെ പറയാൻ പോകുന്നത്. ഈ 3 വ്യത്യസ്തമായ വിഷയം കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇന്ന് രാവിലെ 10 മണിക്ക് ഫാസ് ഓഡിറ്റോറിയത്തിലേക്ക് വരിക. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഓക്കെ.